വെൽക്കം ടു എ ന്യൂ സ്പെഷ്യൽ എപ്പിസോഡ്. 1991 ഇന്ത്യൻ മാർക്കറ്റിൽ ആദ്യത്തെ SUV വരുന്നത്. അത് ടാറ്റ സിയറ ആയിരുന്നു. ഒരു SUV വെഹിക്കിൾ എന്നതിനുപരി ഒരു പുതിയ ട്രെൻഡിന് തുടക്കമിടുകയായിരുന്നു ടാറ്റ മോട്ടോഴ്സ് സിയറയിലൂടെ. അതുവരെ ഉണ്ടായിരുന്ന ഇമ്പോർട്ടഡ് കാർസിൽ നിന്നും സെഡാൻസിൽ നിന്നും ഹാച്ച് ബാക്കിൽസിൽ നിന്നും ഒക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ ആദ്യത്തെ ചുവട് വെച്ച ഒരു വെഹിക്കിളിലൂടെ ആയിരുന്നു ടാറ്റ സിയറ എന്നത്. അൺഫോർച്ചുനേറ്റ്ലി ടാറ്റ സിയറ അത്ര സക്സസ് ആയില്ല ഇന്ത്യൻ മാർക്കറ്റിൽ. അതിനുശേഷം ടാറ്റയുടെ പല വാഹനങ്ങൾ അവതരിപ്പിച്ചു. സ്റ്റേഷൻ വാഗൻസും ടാറ്റ സുമയൊക്കെ അവതരിപ്പിച്ചു. അതിനുശേഷം ടാറ്റ സിയറയെ അവതരിപ്പിച്ചതിന് 7 വർഷങ്ങൾക്ക് ശേഷം 1998 അവരവരുടെ അടുത്ത SUV അവതരിപ്പിച്ചു, ടാറ്റ സഫാരി. നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് സഫാരിയിലൂടെ വിൽക്കാൻ ശ്രമിച്ചത് ഒരു സാധാരണ കാർ മാത്രമല്ല, പലരുടെയും ഡ്രീംസ് ആയിരുന്നു. അതായത് 1998 മുതൽ നമ്മളിൽ പലരുടെയും ഡ്രീംസിനെ ചേസ് ചെയ്യാൻ പറ്റിയൊരു വെഹിക്കിളിലൂടെ ആയിരുന്നു ടാറ്റ സഫാരി. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ അതുവരെ ഉണ്ടായിരുന്ന നോർമൽ വണ്ടികളിൽ നിന്നും നമ്മുടെ ജീവിതത്തിനൊരു മാറ്റമൊക്കെ വരുത്താനായിട്ട് റിക്ലെയിം യുവർ ലൈഫ് എന്നൊരു ടാഗ് ലൈനോടുകൂടി അവതരിപ്പിച്ച ടാറ്റ സഫാരി ഇന്ത്യൻ ജനതയിലെ യുവാക്കളുടെ മനസ്സിൽ മാത്രമല്ല സകല ആളുകളുടെയും മനസ്സിലാണ് കയറിക്കൂടിയത്. അന്ന് കയറിക്കൂടിയ ലെഗസി ഇന്നും ഇന്ത്യൻ മാർക്കറ്റിൽ നിലകൊള്ളുന്നു, ടാറ്റ സഫാരീസിന്റെ ലെഗസി. സോ വെൽക്കമിങ് യു ഓൾ ടു ദ ബിഗ് എപ്പിസോഡ് ഓഫ് ടാറ്റ സഫാരി കിങ്ഡം. അതായത് എൻ്റെ ഈ ബാക്കിൽ നിരത്തിയിട്ടിരിക്കുന്നത് ടാറ്റ സഫാരി 1998 സ്റ്റാർട്ട് ചെയ്ത വേരിയൻ്റ് മുതൽ 2019 ഇത് നിർത്തുന്നത് വരെയുള്ള എല്ലാ വേരിയൻസുമാണ് ഈ കിടക്കുന്നത്. അതായത് ഈ കിടക്കുന്ന TCIC മുതൽ ഡൈക്കോറും വാരിക്കോറും സ്റ്റോമും ഒക്കെ ആയിട്ട് സഫാരിയുടെ എല്ലാ വേരിയൻസും നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനാണ് ഇന്ന് ആഗ്രഹിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ടാറ്റ സഫാരിയുടെ ഏറ്റവും വലിയ ക്ലബ്ബായ, അതായത് ഏകദേശം 600 മെമ്പേഴ്സോളമുള്ള കിങ്ഡം ഓഫ് സഫാരി എന്ന ക്ലബിലെ വണ്ടികളാണ്. വണ്ടി ഓടിക്കാനാണെങ്കിലും സൈഡിലിരിക്കാനാണെങ്കിലും പിന്നത്തെ സീറ്റിലിരിക്കാനാണെങ്കിലും ഏറ്റവും സുഖമുള്ള വണ്ടിയാണ്. ഈ 16 ഇയേഴ്സും ഇതിന്റെ എല്ലാ സർവീസസും ഒരാളാണ് ഇതിന്റെ മെയിൻ്റനൻസ് മൊത്തം ചെയ്തിട്ടുള്ളത്. ഒരുപാട് നെഗറ്റീവ് റിമാർക്കുകൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് ഈ വണ്ടിക്കെതിരെ. അതായത് എടുക്കുന്ന ആൾക്കാർ വഞ്ചിക്കപ്പെടുന്നുണ്ട് പ്രധാനമായിട്ടും 2 രീതിയിൽ. അതായത് ഒന്ന്, എൻ്റെ കൂടെ ഈ വണ്ടിയിൽ യാത്ര ചെയ്ത ഏത് ഏജിലുള്ള ആൾക്കാരാണെങ്കിലും അവരൊക്കെ എനിക്ക് തന്നിരിക്കുന്ന പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ഈ ഒരു ഇതിൽ മാത്രം ഇതിന്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. 400 മാത്രമേ ഉള്ളൂ. ഇപ്പം വണ്ടി കുറച്ചു കാലം നിർത്തിയിട്ട വണ്ടിയാണ്. അതിനെ എടുത്തു, ഒരു മാസത്തിൽ ഒരു 5000 കിലോമീറ്റർ അത് ഓടിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ അതായത് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഇപ്പൊ കേരളത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിലും അതർ സ്റ്റേറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിലും എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ പേപ്പർ വർക്ക് ഉണ്ട്, ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ ഇങ്ങനൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നത് ഒരു ഡ്രീം എന്ന് തന്നെ പറയാം. കാരണം സഫാരി പല രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള പല വേരിയൻസും ഇതിൽ 4x4 ഉണ്ട്, 4x2 ഉണ്ട്, പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടികളുണ്ട്, ഓഫ് റോഡിങ് ഫോക്കസ്ഡ് ആയിട്ടുള്ള വണ്ടികളുണ്ട്, കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടികളുണ്ട്, ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള വണ്ടികളുണ്ട്. കൂടാതെ 400 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വാരിക്കോർ 400 വരെ ഈ ഒരു ലിസ്റ്റിലുണ്ട്. സോ ഈ വണ്ടികളെ പറ്റിയൊന്നും ഞാനല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇതിൻ്റെ ഓണേഴ്സാണ്. ഇതൊരു വലിയൊരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോസ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. പറ്റുന്നത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസും പിന്നെ സഫാരി എന്നൊരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ കുറേ സജഷൻസും ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കുറേ ടിപ്സും ഇത് വണ്ടി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള കാര്യങ്ങളും എല്ലാമായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് ടാറ്റ സഫാരിയുടെ ഏറ്റവും ആദ്യത്തെ മോഡലായിട്ടുള്ള TCIC 2 വീൽ ഡ്രൈവ് ആയിട്ടുള്ള ഫസ്റ്റ് മോഡലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതിൻ്റെ യൂസറിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ടാറ്റ സഫാരി മോഡലാണ് ഈ കിടക്കുന്നത്. ചേട്ടൻ്റെയാണ്. ഹായ് ചേട്ടാ, വെൽക്കം. ഹലോ, എന്താണ് ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് വിപിൻ എന്നാണ്. ഓക്കെ, അപ്പം ഈ വണ്ടിയുടെ മോഡൽ ഏതാണ്? ഇത് ശരിക്കും ഈ വണ്ടി 2000 മോഡൽ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് 2002 ലാസ്റ്റിലാണ് ഈ വണ്ടി വാങ്ങിക്കണത്. അപ്പോൾ ഇത്ര വർഷമായി? 2002 ലാസ്റ്റ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ കറക്റ്റ് ഈ വണ്ടിക്ക് 25 വയസ്സായി. ഇപ്പോൾ ഈ 25 വർഷമായിട്ട് അതിൽ 2 വർഷം
എടുത്തതിന് ശേഷമാണ് ഞാനിത് വാങ്ങിക്കണത്. പുതിയ വണ്ടി പോലെ ആ അതന്നെ. അപ്പോൾ 23 വർഷത്തിന് അടുത്തോളമായിട്ട് ഞാൻ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണിത്. ഓക്കെ, 2002 ഒരു സഫാരി വാങ്ങിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ അത് അന്ന് വാങ്ങിക്കുന്നത് വലിയ കാര്യമാണെങ്കിലും ഇപ്പോഴും ഈ 25 വർഷത്തിന് ശേഷവും ചേട്ടൻ ഈ വണ്ടി തന്നെ യൂസ് ചെയ്യുന്നു. അതിനകത്ത് എന്തെങ്കിലും ഒരു എന്താണെന്ന് സ്പെഷ്യാലിറ്റി? വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി ഞാനൊരു മെക്കാനിക്കാണ്. അപ്പോൾ ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്ന വെച്ചാൽ ടാറ്റയിലാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ടാറ്റയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലായിരുന്നു. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ടാറ്റ എസ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ കൂടുതൽ മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് ടാറ്റയുടെ വണ്ടികളിലിരുന്ന് യാത്ര ചെയ്യാനുള്ള ഒരു കംഫർട്ടാണ്. ഇപ്പോൾ നമ്മൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് ഞാൻ പറയണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ ടാറ്റ എസ്റ്റേറ്റ് കൊടുത്തതിന് ശേഷമാണ് ഇത് വാങ്ങിക്കുന്നത്, ഈ വണ്ടി വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇപ്പോഴത്തെ റോഡുകളൊക്കെ അറിയാമല്ലോ, ഭയങ്കര ഇതാണ്. അപ്പോൾ നമ്മൾ വേറെ ഇപ്പോൾ വർക്ക്ഷോപ്പ് ആയതുകൊണ്ടിട്ട് എല്ലാ രീതിയിലുള്ള വണ്ടികളും നമുക്ക് സർവീസിന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ വണ്ടികളിലും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ ഒരു ഗട്ടറുള്ള റോട്ടിൽ കൂടി ഓടാൻ നേരത്ത് ടാറ്റയുടെ വണ്ടികളിൽ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തേക്കണത്, വണ്ടി ആക്ഷൻ ഇങ്ങനെയാണ് ശരിക്കും ആക്ഷൻ ആയിട്ട് ചെയ്യണം. മറ്റേ ഇപ്പോൾ ഒരു മഹീന്ദ്രയുടെ ബൊലീറോയോ അല്ലെങ്കിൽ സ്കോർപ്പിയോ ഒക്കെ ഭയങ്കര ഒരു ഒലച്ചിലായിരിക്കും. നമ്മളൊരു ഡ്രൈവ് പോണ സമയത്തൊക്കെ ആണെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പം ആ ഒരു കംഫർട്ട് ഇതിൽ കിട്ടിയതുകൊണ്ടിട്ട് ഈ വണ്ടി ഞാൻ മാറ്റിയില്ല. അതുപോലെ തന്നെ ഒരു മെഴ്സിഡസും ഉണ്ട് എനിക്ക്. പക്ഷേ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ വണ്ടി തന്നെയാണ് സാധനം. കാരണം ഒരു മെഴ്സിഡസിൻ്റെ സി ക്ലാസ് ആണ്, അതും 2003 മോഡലാണ് ആ വണ്ടി. കൂടുതലും യാത്ര നമുക്ക് പോകാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഇതിൽ തന്നെയാണ് സാധനം. അപ്പം ഇതിൻ്റെ എൻജിൻ സ്പെക്ക് ഏതായിരുന്നു? ഇത് 1.9 1948 cc ടർബോ ചാർജർ ഇന്റർകൂൾഡ് എഞ്ചിനാണ് എൻ്റെ വണ്ടിയിൽ വന്നിരിക്കുന്നത്. ആ സമയത്ത് അതായിരുന്നു ഇറങ്ങിയത്. പിന്നെ അതിന് ശേഷം 2005 2006 ആകുമ്പോഴാണ് 3 ലിറ്ററൊക്കെ വന്ന്, പിന്നെ അതിന് ശേഷം 2.2 ഒക്കെ ആയിട്ട് ഇറങ്ങിയത്. നമ്മൾ വന്നത് ഇതായിരുന്നു വണ്ടി. കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ഇപ്പം ന്യൂ മോഡൽ വന്നതിനകത്ത് ഞാൻ വ്യത്യാസപ്പെടുത്തിയായിരുന്നു. കാരണം അതിൻ്റെ ഡോർ പാഡ്സ് ഒക്കെ അന്ന് ഇറങ്ങിയതൊക്കെ എന്ന് വെച്ചാൽ ഇത്രയും കാലപ്പഴക്കം വന്നപ്പോഴത്തേക്ക് അതിനനുസരിച്ച് അതിൻ്റെ ലെതർ ഒക്കെ പൊളിഞ്ഞു തുടങ്ങി. ഈ വെയിലത്തൊക്കെ ഇടാൻ നിർത്ത് അതൊക്കെ പൊളിഞ്ഞു പോകുന്നു. പിന്നെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ അത്ര വലിയ ഫിനിഷിംഗ് ആയിട്ടിരിക്കില്ല. അപ്പോൾ ഞാൻ ആ പുതിയ വന്നതിൻ്റെ പാഡ്സൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും, അവൈലബിലിറ്റി ഉണ്ട് അതിൻ്റെ അകത്ത്. ഈ ആഫ്റ്റർ മാർക്കറ്റിലൊക്കെ ആണെങ്കിലൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണമല്ല, നമ്മൾ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ വീട്ടിൽ കയറ്റിയിട്ടേക്കുന്ന വണ്ടിയല്ല, ഡെയിലി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് സാർ. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കയറ്റി ഇട്ട് വന്ന കംപ്ലൈൻറ്റിനേലും കുറവാണ് നമ്മൾ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്ന മെയിൻ്റനൻസ്. കാരണം നമ്മളിപ്പോൾ വണ്ടി വെറുതെ കയറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ ടയർ പോലും കംപ്ലൈൻ്റ് ആയി പോകും, ബ്രേക്ക് ജാമിങ് വരും, പല പല പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷെ നമ്മൾ ഉപയോഗിച്ചിട്ടിരിക്കണമെങ്കിൽ അതിന് വന്ന് ജസ്റ്റ് തേയ്മാനം മാത്രമേ വരുള്ളൂ. അപ്പോൾ നമ്മളത് ഉപയോഗിച്ചതിന് ശേഷമാണ് നമുക്ക് ആ ഒരു മെയിൻ്റനൻസ് വന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് നഷ്ടം വന്നില്ല അതിൻ്റെ അത്. ഓക്കെ, അപ്പോൾ എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ ഇത്? ഇപ്പോൾ ഏകദേശം ഒരു 2 ലക്ഷത്തിനടുത്തോളം ആകാറായിട്ടുണ്ട് സാധനം. ഓക്കെ ഓക്കെ ഏട്ടാ, അപ്പോൾ താങ്ക് യു. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. ഇതാണ് അടുത്ത വേരിയൻറ്റ്. നമ്മൾ 2 വീൽ ഡ്രൈവ് TCIC ആണ് ആദ്യം കാണിച്ചത്. അതിൻ്റെ തന്നെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള 4 വീൽ ഡ്രൈവ് TCIC ആണ് ഈ കിടക്കുന്നത്. കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് അവർ TCICയുടെ 4 വീൽ ഡ്രൈവ് ഇറക്കിയത്. സോ അതിൻ്റെ ഓണർ ചേട്ടനാണ്. ഹായ്, വെൽക്കം ടു ചാനൽ. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? സോണി. ഓക്കെ, സോ ഒരു 4 വീൽ ഡ്രൈവ് സഫാരി 2002 മോഡൽ, 2001 മോഡൽ സ്വന്തമാക്കി. അതെ. ഓക്കെ, ഇതിൻ്റെ സ്പെക്ക്, എഞ്ചിൻ സ്പെക്ക് നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ, എഞ്ചിൻ സ്പെക്ക് ഡീസൽ നമ്മുടെ 483 DI എഞ്ചിനാണ്. കമ്പനി OE എഞ്ചിൻ തന്നെ. 4 വീൽ ഡ്രൈവ് ആണ്. 4 വീൽ ഡ്രൈവ് വണ്ടി എന്ന് പറയുമ്പോൾ ഇത് ഗിയറിൻ്റെ ഇപ്പുറത്തെ ചെറിയ ലിവർ ഉപയോഗിച്ചല്ല, ഇലക്ട്രിക്കലി കൺട്രോൾഡ് ഷിഫ്റ്റ് ഓൺ ഫ്ലൈ ആണ് ഇതിൻ്റെ ടെക്നോളജി. ടാറ്റ ആണ് ഈ ടെക്നോളജി ആദ്യമായിട്ട് ഇറക്കുന്നത് അന്തക്കാലത്ത്. യെസ്, എക്സാക്ട്ലി. ടാറ്റ ഇറക്കിയപ്പോഴാണ് ഈ 4 വീൽ ഡ്രൈവിൽ സ്വിച്ചസ് ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് ബാക്കിയുള്ള കമ്പനിക്കാർ ഇതെല്ലാം ഉപയോഗിക്കുന്നത്. അതുപോലെ അലോയ് വീല്, ഇതെല്ലാം കമ്പനി സ്റ്റോക്ക് വണ്ടി തന്നെ. ഇതിലെ എല്ലാ ഫിറ്റിങ്ങും കമ്പനി വന്ന ആ സംഭവം വന്നുള്ള ഇത് തന്നെ. ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഗ്രില്ലാണെങ്കിലും എല്ലാം, അലോയ്സ് ആണെങ്കിലും എയറിലാണെങ്കിലും 4 വീൽ ഡ്രൈവ് ആണെങ്കിലും എല്ലാം വർക്കിങ്ങും. എല്ലാം ഇപ്പോൾ വർക്കിങ്ങുമാണ്. വണ്ടി നല്ല രസമാണ്. വണ്ടി എവിടെ വേണമെങ്കിലും നമുക്ക് വിശ്വസിച്ച് പോകാം. നമുക്ക് ഇപ്പം ഫാമിലി പർപ്പസ്, ഇപ്പോൾ നമ്മുടെ സാധാരണ ഹൈവേ റോഡ് മാത്രമല്ല, ഇപ്പോൾ ഇച്ചിരി ഓഫ് റോഡ് പോകണമെന്നുണ്ടെങ്കിലും ഫാമിലി പർപ്പസ് അല്ലാതെ ഒരു അഡ്വഞ്ചർ പർപ്പസിന് നമുക്ക് ഇച്ചിരി ഓഫ് റോഡ് പോകണമെന്നുണ്ടെങ്കിലും പോകാൻ പറ്റും. 4 വീൽ ഡ്രൈവ് ആണ്, എവിടെ വേണമെങ്കിലും നമുക്ക് വിശ്വസിച്ച് പോകാം. പണി തീരെ കുറവാണ്. കാര്യം സെൻസർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏത് ലോക്കൽ വർക്ക്ഷോപ്പിലും പണിയാം. ഒരു ചെറിയൊരു മെക്കാനിക്ക്, അത്യാവശ്യം അറിയാവുന്ന ഒരു ചെറിയ മെക്കാനിക്ക് വന്നാലും ഇതിന്റെ കംപ്ലൈന്റ് ഓക്കെ ആക്കി വിടാൻ പറ്റും. അങ്ങനെ കംപ്ലൈന്റ് തീരെ കുറവുള്ളൊരു വണ്ടിയാണ് ഈ TCICയുടെ വണ്ടികൾ. മാത്രമല്ല ജീപ്പ് കയറി പോകുന്നിടത്ത് എല്ലാം കയറിപ്പോവും.
അതുകൊണ്ടാണ് തോന്നുന്നു ഇതിന് കുറച്ച് ഡിമാൻഡ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. വണ്ടി കിട്ടാൻ തീരെ ഇല്ല തീരെ ഇല്ലാത്തതാണ്. ലിമിറ്റഡ് എഡിഷനിലേ ഉള്ളൂ 4 വീലർ. അത് തീരെ കിട്ടാനില്ലാത്ത ഇതാണ്. ഓക്കെ. അപ്പം എത്ര വർഷമായി ഇപ്പം സ്വന്തമാക്കിയിട്ട്? 2001 തൊട്ട് 2003 തൊട്ടാണ് എൻ്റെ കയ്യിൽ വന്നത്. 22 വർഷം വന്നു. ഓ, അപ്പം എത്ര കിലോമീറ്ററായി? ഇപ്പോൾ 1,06,000 കിലോമീറ്റർ അത്രേ ഉള്ളൂ. സോ അപ്പം ഇതുവരെ ഈ വണ്ടി യൂസ് ചെയ്തിട്ട് ഫേസ് ചെയ്ത സ്ട്രഗിൾസ് എന്തെങ്കിലും ഉണ്ടോ? സ്ട്രഗിൾസ് ഉള്ളത് നമ്മുടെ സിറ്റിക്കകത്തുകൊണ്ട് പാർക്കിങ്ങിന്റെ ഒരു പ്രശ്നം വരുന്നത്, അതേ ഉള്ളൂ. പക്ഷെ സിറ്റിക്കകത്ത് ഡ്രൈവ് കൊച്ചു കാറിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്ക് തിരിക്കുകയും നമുക്ക് കൊണ്ടു കിടക്കുകയും ചെയ്യാൻ പറ്റും. വലുപ്പം കൂടുന്തോറും വാഹനം നിയന്ത്രിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണല്ലോ ബസ്സുകൾ ഓടിക്കുന്നത് കാറുകൾ ഓടിക്കുന്നതിനേക്കാളും സുഖമെന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ബാംഗ്ലൂരൊക്കെ പോകുന്ന ബസ്സുകൾ, വലിയ ബസ്സുകൾ കൊണ്ട് ബാംഗ്ലൂർ പോകാൻ പറ്റുന്നത് 10 മണിക്കൂറുണ്ട്. കാർ കൊണ്ട് അത് ചെറിയ പ്രയാസമാണ്. അപ്പോൾ വലുപ്പം കൂടുന്നവരും വലുപ്പം കണ്ട് ആരും പേടിക്കേണ്ട. വലുപ്പം ഉണ്ടായതുകൊണ്ട് വണ്ടി ഈസി ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഭയങ്കര നമ്മുടെ വിഷൻ ഭയങ്കര ഇതാണ്. മാത്രമല്ല ഓപ്പോസിറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് സൈഡ് കിട്ടും. ഭയങ്കര റോഡ് പ്രസൻസ് ആണ് വണ്ടി. വരുന്ന കാണുമ്പോഴേ വേറെ വണ്ടിക്കാർ മാറ്റി തരും. അത് ശരിയാണ് കേട്ടോ. ഭയങ്കര റോഡ് പ്രസൻസ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് പിന്നെ സേഫ്റ്റി ഏറ്റവും കൂടുതൽ. ഇത് സേഫ്റ്റി ഒരുമാതിരിപ്പെട്ട ഇടിയും തട്ടുമുട്ടും ഒന്നും ഇതിൻ്റെ അകത്തൊന്നും ഏക്കത്തില്ല, അങ്ങ് അറിയത്തില്ല. കാര്യം ഇതിൻ്റെ ഡ്രൈവർ സീറ്റ് എല്ലാം പുറയിലാണ്. ടാറ്റയുടെ ക്വാളിറ്റി ഉണ്ട്. ടാറ്റയുടെ ക്വാളിറ്റിയും പിന്നെ ഇതിന് ഭയങ്കര വെയിറ്റ് ഉണ്ട്. വണ്ടി ഏകദേശം ഒരു 2 ടണ്ണോളം വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യം. എന്നാൽ ന്യായമായ മൈലേജും ഉണ്ട്. 12-15 കിലോമീറ്ററിന് അടുത്ത് മൈലേജും കിട്ടും. അതെ അതെ കിട്ടും. അങ്ങനെ തീരെ കംപ്ലൈന്റ് കുറവുള്ളൊരു വണ്ടിയാണ്. നല്ലൊരു മാസ്റ്റർ പീസ് സാധനമാണ് ടാറ്റ ഇറക്കിയതിൽ. TCIC വണ്ടികളിൽ 4 വീലർ ഡ്രൈവ്. അന്നുണ്ടായിരുന്ന പല ആളുകൾക്ക് പരിചയമില്ലാത്ത ഫീച്ചേഴ്സും ഈ ടാറ്റ സഫാരി അത് കഴിഞ്ഞ് ഇപ്പൊ തൊട്ടാണ് പല കമ്പനികളും ഷിഫ്റ്റ് ഓൺ ഫ്ലൈ എന്നും സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന 4 വീലർ ഡ്രൈവ് ഒക്കെ ഇപ്പോഴാണ് പല കമ്പനികളും ഇറക്കാൻ തുടങ്ങിയത്. ടാറ്റ ഇത് പണ്ട് കാലം മുന്നേ ഇറക്കിയിരുന്നു. വേറെ എന്തൊക്കെയായിരുന്നു അട്രാക്ട് ചെയ്തിരുന്ന ഫീച്ചറുകളൊക്കെ ഈ വണ്ടിയിൽ? ഇതിൻ്റെ അത് പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, AC എല്ലാം ഉണ്ടായിരുന്നു. ഇത് ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് 5 സീറ്റേ ഉള്ളായിരുന്നു. അപ്പോൾ പുറയിൽ കൂളറുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അത്യാവശ്യം നമുക്ക് ഒരു ലോങ് റൂട്ട് യാത്രയ്ക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി പർപ്പസ് അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ പർപ്പസിന് എന്ത് മേഖലയ്ക്ക് എന്ത് കാര്യത്തിന് പോകണമെന്നുണ്ടെങ്കിലും എല്ലാ ഫിറ്റിങ്സും ഇതിലുണ്ട്. നമുക്ക് അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യണ്ട. പിന്നെ ഇതിന്റെ ഏറ്റവും തേർഡ് റോയിൽ സീറ്റില്ല, 5 സീറ്റർ ആയതുകൊണ്ട് അതിന്റെ പുറയിൽ AC ഉണ്ട്, പുറയിൽ കൂളറുണ്ട്. ഇതെല്ലാം അവൈലബിൾ ആണ്. അതാണ് ഞാൻ പറയുന്നത്. ഫാമിലി പർപ്പസിനാണെങ്കിലും അഡ്വഞ്ചർ പർപ്പസിനാണെങ്കിലും ഇപ്പം നമുക്ക് എന്ത് പർപ്പസിനാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വണ്ടിയാണ്. പവർ വിൻഡോയും പവർ സ്റ്റിയറിംഗും എല്ലാം ടാറ്റയുടെ ഇതുകൊണ്ട് ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇതിന്റെ റിമോട്ട് കൺട്രോൾ പോലെ ഇപ്പോഴും വർക്കിംഗ് ആണ്. ബാറ്ററി മാറ്റി കൊടുക്കുക മാത്രം. ഇപ്പോഴും ഇത് കീലെസ് എൻട്രിയാ ടാറ്റയുടെ തന്നെ. സോ നല്ല വണ്ടിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ വണ്ടി നല്ലതാണ്. ഉള്ളവരാരും ഇത് കൊടുക്കാത്തതിന്റെ കാരണം ഇതാണ്. ഇല്ല കൊടുത്താൽ നമുക്ക് ഇത്രയേറെ കിട്ടാൻ പ്രയാസമാണ്. ഇത്രയും ടെക്നോളജി ഉള്ളൊരു വാഹനം ഇപ്പോൾ എടുക്കണേ ഒരു 35 ലക്ഷം രൂപ 40 ലക്ഷം രൂപ കൊടുക്കണം. ആ സ്ഥാനത്ത് ഈ വാഹനം നമുക്ക് അതേപോലെ എല്ലാ പർപ്പസിനും ഉപയോഗിക്കുകയും ചെയ്യാം. ഇതൊരു നൊസ്റ്റാൾജിക് ടച്ച് ആണ്, ഒരു ഇമോഷണൽ ടച്ച് കൂടെ വരും. ഇത് നമ്മൾ കുറെ നാളാവുമ്പോൾ കൊടുക്കാനൊക്കാത്ത അതുകൊണ്ടാണ്. ഡിസൈനിലും ആ ഒരു ജയന്റ് ഫീലും ആ ഒരു വലിപ്പവും ഒക്കെ ഒട്ടും ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒന്നുമില്ല. മാത്രമല്ല ഇത് സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ അതുകൊണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ ഡിസൈനും ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അല്ലാതെ എക്സ്ട്രാ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നും വേണ്ട. ഇതിന്റെ എയറോഡൈനാമിക്സ് ആണെങ്കിലും ബാക്കിയുള്ള വണ്ടികളെല്ലാം പരന്ന് പെട്ടി പോലെ ഇരിക്കുമ്പോൾ ഇതിന്റെ എയറോഡൈനാമിക്സ് ആണെങ്കിലും ഫ്രണ്ടിലാണെന്നല്ല വൈഡാണ്, ബാക്കിൽ ഇച്ചിലൂടെ ഒതുങ്ങിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാം കൊണ്ട് നമുക്ക് ക്രൂസിംഗ് സ്പീഡും എടുക്കാൻ പറ്റും. വണ്ടിയുടെ ബോഡി റോള് കുറവാണ്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ബാക്കിൽ ഇതിന് സസ്പെൻഷനാണ്, ഫ്രണ്ടിലത്തെ പോലെ തന്നെ കോയിൽ സ്പ്രിംഗ് ഒക്കെയാണ്. സാധാരണ വണ്ടി പോലെ ലീ സ്പ്രിംഗ് ഒന്നുമല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ശരിക്കും പൈസ കൊടുത്ത് മേടിക്കാൻ മുതലാകുന്ന ഒരു വണ്ടിയാണ്. ഏകദേശം ഒരു 10,000 കിലോമീറ്ററിലാണോ സർവീസ് ചെയ്യുന്നത്? 10,000 കിലോമീറ്ററാണ് ഇതിന്റെ പീരിയോഡിക് സർവീസ് വരുന്നത്. എത്ര ആവറേജ് കോസ്റ്റ് വരുന്നത്? അങ്ങനെ എത്ര വരുന്നൊന്നുമില്ല. നമ്മൾ ഓയിൽ മാറുക, ഓയിൽ ഫിൽറ്റർ മാറുക, ഡീസൽ ഫിൽറ്റർ മാറുക, ലേബർ ചാർജ് കൊടുക്കുക, എല്ലാം കൂടെ ഒരു 5,000 രൂപ അകത്തുള്ള കാര്യമേ ഉള്ളൂ. 10,000 രൂപ അല്ല 10,000 കിലോമീറ്റർ ഓടുമ്പോഴത്തേന് പലരും പല രീതിയിൽ വേണേൽ ചാർജ് ചെയ്യും. പക്ഷെ നമുക്കിത് ഇത്ര കാര്യമുള്ളൂ. സെൻസറോ കാര്യങ്ങളൊന്നുമില്ല. അതിന് വണ്ടി ഭയങ്കരമായിട്ട് നമുക്ക് ലാഭമുള്ളൊരു വണ്ടിയാണ്. അതാണ് അതുകൊണ്ടാണ് ഈ വാഹനത്തിനോടുള്ള ഇഷ്ടവും ഇത് കൊടുക്കാത്തതും. സോ ദ സെക്കൻഡ് ജനറേഷൻ സഫാരി ഡൈക്കോർ, അതിൻ്റെ ഓണർ. ഹായ് ബ്രോയുടെ പേരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേര്. എൻ്റെ പേര് ഔസാഫ്. സ്ഥലം എറണാകുളത്ത് അടുത്തല. അപ്പോൾ ഒരു സെക്കൻഡ് ജനറേഷൻ സഫാരി സ്വന്തമാക്കി. നമ്മൾ ഫസ്റ്റ് ജനറേഷൻ TCICയിൽ നിന്ന് സെക്കൻഡ് ജനറേഷനിലോട്ട് എത്തി. ബ്രോ ആണ് ഇതിൻ്റെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ബ്രോയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ വണ്ടിയെപ്പറ്റി അറിയാവുന്ന എനിക്ക് അതിൽ നിന്നെല്ലാം മനസ്സിലായി. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ സഫാരി സ്വന്തമാക്കിയതിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് അറിയണം. സെക്കൻഡ് ജനറേഷൻ ഞാനിപ്പോൾ എടുത്തിട്ട് ഏകദേശം
2 വർഷത്തോളമായി വണ്ടി എടുത്തിട്ട്. സെക്കൻഡ് ജനറേഷൻ സഫാരി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പറഞ്ഞാൽ എഞ്ചിൻ വ്യത്യാസം വന്നിട്ടുണ്ട്. മുമ്പ് വന്നിരുന്നത് 2 ലിറ്റർ പ്യൂഷോഡ് എഞ്ചിനായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് 407 വന്നിരുന്ന 3 ലിറ്റർ എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൽ വരുമ്പോൾ കോമൺ റെയിലായി, 407 കോമൺ റെയിൽ അല്ലായിരുന്നു. അതാണ് അതിൻ്റെ മെയിൻ വ്യത്യാസം. പിന്നെ എഞ്ചിനെ പറ്റി പറയുമ്പോൾ ഇത് ഫസ്റ്റ് ഒരു ട്രക്കിലൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു എഞ്ചിൻ ഒരു SUV-ൽ കൊണ്ട് പ്ലേസ് ചെയ്തപ്പോൾ മാത്രമല്ല ടാറ്റയുടെ ഒരു മിനി ബസ്സുകളിലും ട്രക്കുകളിലൊക്കെ ഈ എഞ്ചിൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ടാറ്റ ബെൻസ് കൊളാബറേഷനുള്ള കാലത്ത് വികസിപ്പിച്ചെടുത്ത ഒരു എഞ്ചിനാണിത്. ഓക്കെ. അപ്പോൾ എഞ്ചിൻ വൈസ് ആ ഒരു അപ്ഗ്രേഡ് വന്നു. അതുകൂടാതെ ഒരു ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡിലോട്ട് വന്നപ്പം കുറേ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, കുറേ സെൻസേഴ്സ് ആഡ് ആയിട്ടുണ്ടാവും, കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവില്ലേ? അതെന്തൊക്കെയായിരുന്നു സെക്കൻഡ് ജനറേഷനിൽ? അതെ, ഫീച്ചേഴ്സിൽ പറയുമ്പോൾ മെയിനായിട്ട് വരുന്നത് ഹെഡ്ലൈറ്റ്സ്, ഗ്രില്ല്, ബമ്പേഴ്സ്, മൊത്തത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. വണ്ടി ഒരു ന്യൂ ജനറേഷൻ വണ്ടിയിലേക്ക് പെട്ടെന്നൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ VX വേരിയന്റിൽ എയർ ബാഗ് ഉണ്ടായിരുന്നു. ഇത് 3 വേരിയന്റ് ആണ് വരുന്നത്, LX, EX, VX. അതിൽ EX ആണ് ഈ മോഡൽ. ഇതിൽ എയർ ബാഗ്സ് ഒന്നും ഇതിൽ എയർ ബാഗ്സ് ഇല്ല. ഇതിൽ ലോ വേരിയന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോ വേരിയന്റിൽ റൂഫ് AC ഇല്ല, 2 എയർ ബാഗ്സ് ഉണ്ട് ഫ്രണ്ടിൽ, കമ്പനി ഫാക്ടറി ഫിറ്റഡ് റിവേഴ്സ് ക്യാമറ ഉണ്ട്. ഇത് 2006 മോഡൽ. അതെ. സോ അന്ന് തൊട്ടേ ഇതിന് റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട്. വേറെ എന്തൊക്കെയായിരുന്നു? അതുപോലെ തന്നെ VX വേരിയന്റിൽ, ടോപ്പ് വേരിയന്റിൽ ലെതർ സീറ്റ്സ് ആയിരുന്നു. പിന്നെ അലോയ്സും 5 അലോയ്സ് ആയിരുന്നു വന്നിരുന്നത്. ഓക്കെ, 5 സ്പെയർ ഉൾപ്പെടെ അടക്കം അലോയ്സ് ആയിരുന്നു വന്നിരുന്നത്. പിന്നെ താഴോട്ടുള്ള വേരിയൻസ് വരുമ്പോൾ ഇതൊക്കെ വേരിയന്റ് വരുമ്പോൾ EX ആണ് തൊട്ടടുത്ത വേരിയന്റ് തന്നെ. EX-ൽ റൂഫ് AC ഉണ്ട്, പക്ഷെ 2 എയർ ബാഗ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അലോയ്സും ഉണ്ടാവില്ല. അലോയ്സും എയർ ബാഗും അതിൽ കട്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് റിവേഴ്സ് ക്യാമറയും EX വേരിയന്റിൽ ഉണ്ടാവില്ല. അതിനുശേഷം LX ആണ് ഏറ്റവും ലോ വേരിയന്റ് തന്നെ. ബേസ് വേരിയന്റ് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഫോഗ് ലാംപ്സ് ഇല്ല, താഴെയുള്ള ഫോഗ് ലാംപ്സ് ഇല്ല, അതുപോലെ തന്നെ എയർ ബാഗ്സ് ഇല്ല, റൂഫ് AC ഇല്ല, പിന്നെ ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ മിറേഴ്സ് ഇല്ല. അപ്പം അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ടാവും. പക്ഷേ ടാറ്റ കൊടുത്തിരുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വയറിങ് പ്രോപ്പറായിട്ട് അവിടെ ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം, ഇതിലേക്ക് വേണ്ടി അപ്ഗ്രേഡ് ചെയ്തെടുക്കാം എന്നുള്ള ഫീച്ചർ ഉണ്ടായിരുന്നു. ഒരു വലിയ ഫീച്ചർ തന്നെയാണ്, കാരണം നമുക്ക് എന്ത് വേണമെങ്കിലും മാറ്റം വരുത്താം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് 4x2 ആണ്. ഇത് 4x2. ഇതിന്റെ തന്നെ ഒരു 4x4 വേരിയന്റ് ഉണ്ട്. അതെ, 4x4 അല്ലേ? നമുക്ക് അതും നോക്കിയാലോ? അപ്പുറത്തേക്ക് വരട്ടെ. അപ്പോൾ സെക്കൻഡ് ജനറേഷന്റെ 3 ലിറ്ററിന്റെ 4x4. അതെ. ഇതിൽ എന്തൊക്കെയായിരുന്നു വ്യത്യാസങ്ങൾ അതിൽ നിന്ന് വന്നപ്പോൾ? ഇതിൽ വ്യത്യാസം 4x4 ആണെന്നുള്ളത് തന്നെയാണ് മെയിൻ വ്യത്യാസം. ഇത്രയും ഹെവി എഞ്ചിൻ ആയതുകൊണ്ട് ഏത് ലോഡും ഈ എഞ്ചിൻ പിടിക്കും. അതാണ് ഏറ്റവും ബെസ്റ്റ്. 3000 cc. അതെ. പിന്നെ 4 വീൽ ഡ്രൈവ് വരുമ്പോൾ EX ആണെങ്കിലും LX ആണെങ്കിലും ഇതിന് അലോയ്സ് കൊടുത്തിട്ടുണ്ട്. കമ്പനി അലോയ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഒരു ഫീച്ചറായിട്ട് പറയാനുള്ളതല്ല, അത് 2007 സാർക്ക് റാലി നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന്. സാർക്ക് റാലിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് സഫാരീസ് ആയിരുന്നു. അതിൽ 7 രാജ്യങ്ങളിൽ കവർ ചെയ്ത് വന്നതിൽ പെട്ട ഒരു വണ്ടിയാണിത്. ഇത് MS രജിസ്റ്റേർഡ് വണ്ടിയായിരുന്നു, നമ്മൾ റീ രജിസ്റ്റർ ചെയ്തതാണ്. ആ കമ്പനി എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഈ ബുൾബാറല്ല. സോ ഇതുകൊണ്ടൊക്കെ ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? അത്യാവശ്യം പോകാറുണ്ട്. എങ്ങനെയുണ്ട് ഇതിന്റെ കാപ്പബിലിറ്റി? 3 ലിറ്റർ എഞ്ചിനിൽ ഒരു ഓഫ് റോഡിങ് ചെയ്തതിന്റെ എക്സ്പീരിയൻസ്? പക്ക ഓഫ് റോഡിംഗ് ആണ്, നല്ല ബെസ്റ്റ് വണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ ആയതുകൊണ്ട് ഹൈവേയിലും ഏത് റോഡിലും അത് ഏറ്റവും പറ്റിയ വണ്ടി തന്നെ. അപ്പം ഈ 3 ലിറ്ററിലോട്ട് വന്നപ്പം ഫ്യൂൽ എഫിഷ്യൻസി എന്തായാലും കുറയുമല്ലോ, അതൊക്കെ എന്തുമാത്രം? ഫ്യൂൽ എഫിഷ്യൻസി കുറയും എന്ന് പറയാനില്ല. ഇതിൽ ഏകദേശം ഒരു 10 to 13 എന്തായാലും മൈലേജ് കിട്ടും ഉറപ്പായിട്ടും. സിറ്റി ഡ്രൈവ് ആണെങ്കിൽ ഒരു 10 ഏതാണെങ്കിലും കിട്ടും. അത് കൊള്ളാമല്ലോ മൈലേജ്. ഓക്കെ. സോ അങ്ങനെ ഒരു സെക്കൻഡ് ജനറേഷൻ, അതിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് വേരിയന്റ് ഓഫ് സഫാരിയിലോട്ട് പോകാം. അപ്പം താങ്ക് യു സോ മച്ച് ബ്രോ, വളരെ നന്ദി. ഓക്കെ, അങ്ങനെ നമ്മൾ കാണിച്ച 3 ലിറ്റർ സഫാരി 2 വർഷമേ ഇറങ്ങിയുള്ളൂ. അങ്ങനെ 2007 അടുത്ത, അതായത് ഒരു പ്രോപ്പർ സഫാരി ഡൈക്കോറുമായിട്ട് ടാറ്റ മോട്ടോഴ്സ് രംഗത്ത് വന്നു. അതിൻ്റെ ഓണറാണ് ഈ നിൽക്കുന്നത്. ഹായ് ചേട്ടാ, വെൽക്കം. ഓക്കെ, സോ ഈ ഒരു വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട്? അതായത് 3 ലിറ്ററിൽ ശരിക്കും പറഞ്ഞൊരു കമേഴ്സ്യലായിട്ട് ഡെവലപ്പ് ചെയ്ത എഞ്ചിനാണ്. അത് ഡൈക്കോർ ഹെഡ് വെച്ചിട്ട് പാസഞ്ചർ കാറിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. കുറച്ചുകൂടി കമേഴ്സ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിന് കൂടുതൽ. ഇത് പ്യൂർലി കാറിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. അതായത് ഡൈക്കോർ എന്ന് പറയുന്ന പ്യുവർ ഡൈക്കോർ പാസഞ്ചർ കാറിന് വേണ്ടിയിട്ട് ഇവർ ഡിസൈൻ ചെയ്തത്. കമ്പാരിറ്റീവ്ലി അതിനേക്കാളും നോയ്സ് കുറവാണ്, വൈബ്രേഷൻ കുറവാണ്, പവർ ഫിഗർ കുറച്ച് കൂടുതലാണ്. 140 bhp ആണ്, 320 Nm ടോർക്കും ഉണ്ട്. 2.2 ലിറ്റർ ആക്കി. 2.2 ലിറ്റർ. അപ്പോൾ കുറച്ചും കൂടി റിഫൈൻഡ് എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഞാൻ അത് 2 വർഷം ഉപയോഗിച്ചിരുന്ന ആളാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് ഇത് വാങ്ങിച്ചതല്ല, അത് 2 വർഷം ഉപയോഗിച്ചു, അത് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിച്ചു. ഇതിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ട് ഇപ്പോൾ 2.5 കൊല്ലമായിട്ട് ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ നിൽക്കണം. അപ്പോൾ ആ 3 ലിറ്റർ എത്ര നാൾ ഉപയോഗിച്ചു? 2 വർഷം. അതിന് 2 വർഷം. 2 വർഷം തികച്ചില്ല, ഒരു 1.25 വർഷം. അപ്പോൾ വീണ്ടും സഫാരീസിലോട്ട് വരുന്നതിൻ്റെ ഒരു റീസൺ ഉണ്ടാവുമല്ലോ, അതെന്താണ്? ഈ പറഞ്ഞ റൈഡ് കംഫർട്ട്, അതിന് മേലെ വെക്കാനായിട്ട് നമുക്ക്, ഞാൻ വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്, അങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. പക്ഷേ സഫാരിയുടെ റൈഡ് ക്വാളിറ്റിയും ആ കംഫർട്ടും ഒന്നും വേറെ വണ്ടിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ വെച്ചാണല്ലോ നോക്കണത്. ഇനി ഇത് മാറിയാലും അടുത്തും സഫാരി തന്നെയായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. ഓക്കെ, അപ്പം ഈ ഒരു ജനറേഷനൊക്കെ 2019 ഒക്കെ ആയപ്പോൾ നിന്നു, അല്ലാതെ സ്റ്റോമും വാരിക്കൂറും ഒക്കെ ഇറങ്ങിയതിന് ശേഷം പിന്നെ പുതിയ ജനറേഷൻ സഫാരിയാണ്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? പെടുത്തിയ സഫാരി ഫാൻസ് പൊങ്കാലിടും ചിലപ്പോ. പക്ഷേ ഈ ഒരു ലുക്കും ഈ ഒരു കംഫർട്ട്, ഞാൻ ആ വണ്ടി ഓടിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയണത് ശരിയല്ല. പുതിയ സഫാരി ടെക്നോളജിക്കലി ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വണ്ടി ആയിരിക്കാം, പക്ഷെ നമ്മൾ ഇതാണ് ഇഷ്ടപ്പെട്ടത്. സോ ഇതിന്റെ ഒരു റിലയബിലിറ്റി, പുതിയൊരു എഞ്ചിനാണ്, ഇതിന് മെയിൻ്റെനൻസ് കൂടുതൽ വന്നിട്ടുണ്ടോ മറ്റേതിനെക്കാട്ടിൽ, അതോ പ്രോപ്പർ നോർമൽ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? അത് ഏതൊരു വണ്ടിക്കുള്ള പോലെ മെയിൻ്റെനൻസ് ഈ വണ്ടിക്കും വരും. 3 ലിറ്റർ കുറച്ചും കൂടി റിലയബിൾ ആണെന്ന് തോന്നുന്നു, ഉപയോഗിച്ച് നോക്കിയിട്ട്. രണ്ടും ഉപയോഗിച്ചാൽ അത് കുറച്ചും കൂടി റിലയബിൾ ആയിട്ട് തോന്നി. പക്ഷെ അതിന് NVH മറ്റേ നോയ്സും വൈബ്രേഷനൊക്കെ ഇത്തിരി കൂടുതലാണ്. ഇത് കുറച്ചും കൂടി റിഫൈൻഡ് ആയതുകൊണ്ട് ഉപയോഗിക്കാൻ ഇതാണ്. പിന്നെ സർവീസ് ഏതൊരു വണ്ടിയുടെയും പോലെ 10,000 കിലോമീറ്ററിൽ സർവീസ് ചെയ്യണം. 5,000 to ഒരു 6,000 അല്ലെങ്കിൽ 7,000 നോർമൽ മാറ്റേണ്ട സാധനങ്ങളൊക്കെ മാറി, ഓയിൽ ചേഞ്ച്, മറ്റേ ഫിൽട്ടർ സാധനങ്ങളൊക്കെ മാറിയിട്ട് ആ ഒരു റേഞ്ചിൽ സർവീസ് കോസ്റ്റ് എന്തായാലും വരും. ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കുറേ പേര് ഇപ്പം നിങ്ങളുടെ കിങ്ഡം ഓഫ് സഫാരീസിൻ്റെ ആ ഒരു കൂട്ടായ്മയും അതുപോലെ സഫാരിയുടെ ഒരു ക്യാപ്പബിലിറ്റിയും വണ്ടിയുടെ റിലയബിലിറ്റിയും ഒക്കെ കണ്ടിട്ട് ഒത്തിരി പേര് യൂസ്ഡ് സഫാരിയിലോട്ട്, അതർ സ്റ്റേറ്റ് സഫാരിയിലോട്ടും ഒക്കെ പോകുന്നുണ്ട്. സോ അവർ പലരും പെടാറുണ്ട്, പലരും പ്രോപ്പർ നല്ല വണ്ടികൾ എടുക്കാറുണ്ട്. സോ ഇങ്ങനെ വണ്ടികൾ നോക്കി എടുക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു അവയർനെസ്സോ എന്തെങ്കിലും ഒരു ടിപ്സോ കൊടുക്കാനുണ്ടോ? തീർച്ചയായും. അതായത് സഫാരി സെലക്ട് ചെയ്ത് വരുന്ന ഒരാളോട് വെൽക്കം ടു ക്ലബ് എന്ന് പറയാനുള്ളൂ. നല്ല തീരുമാനം. കാരണം ഇത് അങ്ങനെ ഒരുപാട് പേര് തപ്പി നടക്കുന്ന ഒരു വണ്ടിയാണ്. ഇതിന്റെ ഇത് അറിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ ഇത് എടുക്കുള്ളൂ. ഒരു വീട്ടിലൊരു ചെറിയ കാറ് എന്നുള്ള സ്വപ്നം കൊണ്ട് നടക്കുന്ന ആൾക്കാരൊന്നും ഒരിക്കലും ഇതിലേക്ക് എത്തില്ല. ഇത് ശരിക്കും പറഞ്ഞ ഒരു വികാരം. ചില വണ്ടികൾ അങ്ങനെയാണല്ലോ, ഒരുപാട് വണ്ടികളുണ്ട്, നമുക്കറിയാവുന്ന ഒരുപാട് വണ്ടികളുണ്ട്, വികാരത്തിന്റെ പുറത്ത് കൊണ്ട് നടക്കുന്ന വണ്ടികൾ. അങ്ങനെ വരുന്നവരോട് ശരിക്കും പറഞ്ഞ ഇത് ഒരുപാട് നെഗറ്റീവ് റിമാർക്കുകൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് ഈ വണ്ടിക്കെതിരെ. അതായത് എടുക്കുന്ന ആൾക്കാർ വഞ്ചിക്കപ്പെടുന്നുണ്ട് പ്രധാനമായിട്ടും 2 രീതിയിൽ. അതായത് ഒന്ന് സെയിൽസ്, ഈ വികാരം നല്ല രീതിയിൽ ഓടണതാണെന്ന് അറിഞ്ഞ് മുതലെടുക്കണ കുറച്ച് കച്ചവടക്കാരുണ്ട്. അവർ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് അന്യസംസ്ഥാനത്ത് നിന്ന് ചിലപ്പോൾ NOC ഇല്ലാത്ത വണ്ടിയായിരിക്കാം, അങ്ങനത്തെ വണ്ടികൾ കൊണ്ടുവന്ന് ആൾക്കാരെ തലയിൽ കെട്ടിവെക്കുന്നുണ്ട്. ഈ NOC ഇല്ലാത്തൊരു വണ്ടിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ മെക്കാനിക്കൽ ഫെയിലിയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പണിത് ശരിയാക്കാൻ പറ്റും. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഡൽഹിയൊക്കെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ നോട്ട് ബി. അപ്പോൾ ആ രീതിയിലുള്ളൊരു വഞ്ചന നടക്കുന്നുണ്ട് സെയിൽസിൽ. അത് കുറെ നാൾ നടക്കുന്നത്, ഇതിൽ നല്ല എല്ലാ വണ്ടികളും നടക്കുന്നത്, കൂടുതൽ നടക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? മീൻസ് അതെങ്ങനെ വഞ്ചനയാണെന്ന് മനസ്സിലാക്കാം. കാരണം വണ്ടിയെ പറ്റി അറിയാത്തവരായിരിക്കും ചിലപ്പോൾ അതിലോട്ട് ചെല്ലുന്നത്. അവരെങ്ങനെ അത് റെക്ടിഫൈ ചെയ്യും? ഇപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് സെയിൽസ് ആൻഡ് ഫാൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. സെയിൽസ് അതിനകത്ത് പ്രൊമോട്ട് ചെയ്യണമെന്നില്ല, ഒരു ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കൺസേൺ എന്തെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് അതിനകത്ത് ഷെയർ ചെയ്താൽ കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ ആ ഗ്രൂപ്പിനകത്ത്. അതായത് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഇപ്പോൾ കേരളത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിലും അതർ സ്റ്റേറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിലും എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ പേപ്പർ വർക്ക് ഉണ്ട്, ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ പുറത്തുനിന്ന് എടുത്തിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ അവർക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ബ്ലൈൻഡായിട്ട് ഒരു വണ്ടി പോയി എടുക്കുമ്പോൾ ഇതിന്റെ എല്ലാ കേസും നമ്മൾ അറിയണമെന്നില്ല. അറിയാതെ നല്ല വണ്ടി കിട്ടിയാലൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഗൈഡ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടായിരിക്കും, കറക്റ്റ് ഗൈഡ് ലൈൻസ് കൊടുക്കാൻ പറ്റും. ഒന്ന്. പിന്നെ രണ്ടാമത്തെ കേസ് സർവീസിൽ സഫാരി മെക്കാനിക്കുകളാന്ന് പറഞ്ഞ് കുറെ സോക്കോൾഡ് മെക്കാനിക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പെയ്ഡ് പ്രൊമോഷൻ ആയിരിക്കാം, അല്ലായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ടു ഒരുപാട് സഫാരികൾ ഇങ്ങനെ മുറ്റത്ത് നിരത്തിയിട്ടിട്ട് ഒരു മെക്കാനിക്ക് പുള്ളിയുടെ സമയത്തിന് വണ്ടി കൊടുത്തതിന് ഒരിക്കലും അത്രയും വണ്ടി അവിടെ ഗ്യാരേജിൽ കെട്ടി കിടക്കില്ല. അതിലെ പല വണ്ടികളും 1 വർഷത്തോളമായ വണ്ടികളുണ്ട്. ഇവിടെ എനിക്ക് എറണാകുളം നോർത്ത് പറവൂർ ഭാഗത്ത് ഒരു പുള്ളിയുണ്ട്, ഇതുപോലെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പോയി പെട്ടുപോയ എനിക്ക് നേരിട്ട് അറിയുന്ന ഒരാളുണ്ട്. വണ്ടി കയറ്റി ഇടുന്നു, അഡ്വാൻസ് വാങ്ങുന്നു, പിന്നെ സമയത്തിന് വണ്ടി കൊടുക്കുന്നില്ല, ഫോൺ വിളിച്ചെടുക്കില്ല, അങ്ങനത്തെ കുറെ കേസുകളൊക്കെ ഉണ്ട്. ഈ സെയിൽസിലും സർവീസിലും വരുന്ന കേസിലാണ് ഈ നെഗറ്റീവ് റിമാർക്ക് വരുന്നത്. എങ്ങനെയെങ്കിലും കൊടുത്ത് ഒഴിവാക്കണം, ഇത് ഒന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്ത് കൊടുത്താൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തണത് ആൾക്കാർ. ശരിക്കും പ്രോപ്പറായിട്ട് വർക്ക്ഷോപ്പുകൾ ഇത് എല്ലാ വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഈ വണ്ടിക്ക് എത്തുള്ളൂ, എക്സ്ട്രാ സാധനങ്ങളൊന്നുമില്ല.
പ്രോപ്പറായിട്ട് പണി അറിയുന്ന നല്ലൊരു മെക്കാനിക്കിന് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് 2 കാറിൻ്റെ സ്ഥലം പോകും. ഒന്ന്, സ്പെയർ പാർട്സ് എല്ലാം അവൈലബിൾ ആണ്, റെഡിലി അവൈലബിൾ ആയിരിക്കില്ല. കാരണം സെയിൽസ് വോളിയം വളരെ കുറഞ്ഞ വണ്ടി ആയതുകൊണ്ട് സ്പെയർ എടുത്ത് വെക്കില്ല. അപ്പം നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റി ഇട്ടിട്ട് ആ സാധനം പാർട്ട് നമ്പർ എടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധനം വരും. പക്ഷെ ആ കാലതാമസം മുഴുവൻ വർക്ക്ഷോപ്പിൽ കിടക്കും. അപ്പോൾ അത്രയും സമയം അവർക്ക് വേറെ വണ്ടി കയറ്റി പണിയാൻ പറ്റാതെ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഒന്ന് ഡിസ്കറേജ് ചെയ്ത് വിടും. അതുകൊണ്ടാണ് വർക്ക്ഷോപ്പ് ഇല്ല, പണിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇമേജിലാണ് അത് പോണത്. നല്ല അടിപൊളി മെക്കാനിക്കുകൾ, നല്ല രീതിയിൽ പണിയുന്ന ആൾക്കാർ നമ്മുടെ സർക്കിളിൽ തന്നെ ഉണ്ട്. നമ്മളത് വീഡിയോയിൽ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. വേണ്ടവർക്ക് ക്ലബ്ബ് വഴി തന്നെ കിങ് ഓഫ് സഫാരി നമ്മുടെ ഗ്രൂപ്പ് ഇനിയിപ്പോൾ രജിസ്റ്റേർഡ് ഗ്രൂപ്പായി. അപ്പോൾ അതിനകത്ത് വന്ന് ജെനുവിനായിട്ട് പണിയുന്ന ആൾക്കാർ, പാർട്സ് അവൈലബിലിറ്റി എല്ലാം ഇപ്പം ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ മോർ ദാൻ 2 പാർട്സ് റെഡിലി അവൈലബിൾ ആയിരിക്കും അവരുടെ വണ്ടിക്ക് വാങ്ങിച്ചതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മളിപ്പോൾ നമ്മുടെ ഒരു വണ്ടി കയറ്റി ഇന്ന പണിയായിട്ട് കയറ്റി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാണ്, ഇന്ന വർക്ക് ആകുമ്പോൾ വേറെ ആൾ പറയും ഈ സ്പെയർ എൻ്റെ ഉണ്ട്, നീ വേറെ വാങ്ങണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് സിമ്പിളായിട്ട് വെക്കാം. നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്, നല്ല കമ്മ്യൂണിറ്റിയാണ്. സ്പെയർ പാർട്സിൻ്റെ ഹാൻഡ്ലിങ് നല്ല രീതിയിൽ പോണതാണ്. ഏകദേശം 600ഓളം വണ്ടികളാണുള്ളത് അല്ലേ? 600ഓളം ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ട്. അതിൽ 90%ഓളം വണ്ടി ഉള്ള ആൾക്കാർ തന്നെയാണ്. ആദ്യ കാലത്ത് കുറച്ച് ആൾക്കാർ എക്സ്ട്രാ കയറിയിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ 600 പേരിൽ ആർക്കെങ്കിലും ഒക്കെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. തീർച്ചയായും. ഇപ്പോൾ ചില ട്രബിളുകൾ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇതിൻ്റെ ഒരു MAP സെൻസറിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ഇതുപോലെ നമ്മുടെ ഗ്രൂപ്പിലൊരു പുള്ളിയുണ്ട്. പുള്ളി എനിക്ക് അതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രമൊക്കെ എവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് അയച്ചു തന്നു. ഇതാണ് സാധനം. അതിൻ്റെ കപ്ലർ ഊരി കിടക്കായിരുന്നു. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് പലർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു കേസായിരുന്നു. സിമ്പിളി അത് പ്രസ് ചെയ്തപ്പോൾ ആ സാധനം ശരിയായി. അത് വർക്ക്ഷോപ്പുകാർ ശരിക്കും പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലത്തെ ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2 മാസവും ഒരു 60,000 രൂപയും വെച്ച് ആഘോഷിക്കേണ്ട ഒരു കേസായിരിക്കും ചിലപ്പോൾ. അത് നമുക്കറിയില്ല. ഇത് ഒരു മിനിമം ഐഡിയയിൽ പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പോകും. അല്ലാണ്ട് ഞാൻ രണ്ടാമത് ഇത് വാങ്ങില്ല. അപ്പോൾ ആദ്യം വണ്ടി എടുക്കുമ്പോൾ നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇത് ബാധ്യതയാടാ പോയി എന്നൊക്കെ. നോ നെവർ. കാരണം അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഞാൻ രണ്ടാമത് ഈ വണ്ടിയിലേക്ക് എത്തില്ലായിരുന്നു. ഓക്കെ, അങ്ങനെ ഇപ്പോഴും സഫാരി ഡൈക്കോർ യൂസ് ചെയ്യുന്നു. സോ അതുപോലത്തെ ഒരു ഡൈക്കോറാണ് ഈ കിടക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ യൂസറോട് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. അപ്പം താങ്ക് യു സോ മച്ച് ചേട്ടാ, വളരെ കുറേ കാര്യങ്ങൾ ഇറങ്ങിയതല്ലേ. സോ ആ വണ്ടിയുടെ ഇൻറ്റീരിയറിൽ നമ്മൾ കയറിയിരിക്കുന്നത് സെയിം വണ്ടി തന്നെയാണ്, പക്ഷേ ഇത് സിംഗിൾ ഓണർ വെഹിക്കിളാണ്. ആ ഓണറാണ് ഇത്. ഹായ് ചേട്ടാ. നിതിൻ. വെൽക്കം നിതിൻ. ഓക്കെ, നിതിൻ ചേട്ടൻ ഇപ്പം ഇത് സിംഗിൾ ഓണറായിട്ട് ഇത്രയും വർഷം യൂസ് ചെയ്തു. ഏത് ഇയറാണ് വണ്ടി എടുത്തത്? 2009 ജനുവരിയിൽ എടുത്ത വണ്ടി. 9 ജനുവരി മുതൽ ഇതുവരെ ഏകദേശം 16 ഇയേഴ്സ് കഴിഞ്ഞു. അതെ. എങ്ങനെയുണ്ട് സഫാരിയുമായിട്ടുള്ള ഈ ഒരു ജേണി? ഞാൻ വളരെ ഹാപ്പിയാണ്. ഇത് എടുക്കാൻ തന്നെ കാരണം ഇതൊരു ചൈൽഡ്ഹുഡ് പാഷൻ അല്ലെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് ഡ്രീം എന്നുള്ള രീതിയിൽ എടുത്തതാണ്. ഒരു പ്രോബ്ലി ഒരു 8th or 9th ഒക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ സ്കൂൾ ബസ്സിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നേരെ ഓപ്പോസിറ്റ്, റോഡിന് ഓപ്പോസിറ്റ് രാവിലെ പാല് വന്ന് ഒരു ബേക്കറിയിൽ രാവിലെ ഒരു സഫാരിയിൽ പാല് വന്ന് വാങ്ങിച്ചിട്ട് പോകുന്ന ഒരാളുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്യും ഈ വണ്ടി വരാനും പോകാൻ. കാരണം ഐ തിങ്ക് അറ്റ് ദ ടൈം നമ്മുടെ നാട്ടിൽ ഒരുപാട് വണ്ടികളില്ല. ആദ്യത്തെ ഒരു ഇന്ത്യൻ ഈ സെഗ്മെന്റിൽ വരുന്ന ഒരു ലക്ഷറി SUV എന്നുള്ള രീതിയിൽ വന്നതാണ്. അപ്പോൾ ആസ് എ യങ്സ്റ്റർ ഇത് കണ്ട് ഇതിനോടൊരു ഇഷ്ടം തോന്നിയിട്ട് ഞാൻ 2009 എടുക്കുമ്പോൾ വേറെ ഓപ്ഷൻസ് ഇന്ത്യയിലുണ്ട്. സ്കോർപിയോ ഇറങ്ങിയിട്ടുണ്ട്, പെജോറോ ഇറങ്ങിയിട്ടുണ്ട്, എൻഡെവർ വന്നിട്ടുണ്ട്, ഈവൻ ഫോർച്യൂണർ ഹാസ് ജസ്റ്റ് മെയ്ഡ് എൻ എൻട്രി. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇത് ആ ഒരു ചൈൽഡ്ഹുഡ് ഒരു ഡ്രീം പോലെ കിടന്നത് കൊണ്ട് ചൂസ് ചെയ്ത വണ്ടിയാണ്. ആ ഒരു ഡ്രീം ഇപ്പൊ പറഞ്ഞപ്പോ വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് വരെ പറ്റുന്നുണ്ട്. അപ്പൊ ചേട്ടന്റെ മനസ്സിൽ അതേ ആ ഒരു വിഷ്വൽ ഇപ്പോഴും കിടപ്പുണ്ടെന്ന് മനസ്സിലായി. അപ്പം ആ ഒരു ഡ്രീം ഇതുവരെ കൊണ്ടുപോകുന്നതിൽ എന്തുമാത്രം ഹാപ്പിയാണ്. ഇപ്പോഴും വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നീറ്റായിട്ട് കിടക്കുന്നു. സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ട് ഇട്ടേക്കുന്നു. അതിന്റെ കാര്യങ്ങളും ഈ വണ്ടിയിലെ ഹാപ്പിനെസ് വീണ്ടും വീണ്ടും തോന്നിക്കുന്ന, ഓരോ തവണ കയറുമ്പോഴും ഓരോ ഹാപ്പിനെസ് തോന്നിക്കുന്നു. അതെന്തൊക്കെയാണ്? ഇത് മെയിനായിട്ട് എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല വണ്ടി. പലരും പറയുന്ന ഒരു കാര്യമാണ് മെയിൻ്റനൻസ് ഒരു പ്രോബ്ലമാണ്, സർവീസ് കോസ്റ്റ് കൂടുതലാണെന്നൊക്കെ ഉള്ളത്. അത് ഒരു പരിധി വരെ സത്യവുമായിരിക്കും. ബട്ട് ഇൻ മൈ കേസ് ഞാനിത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് ഒരു സ്ഥലത്ത് മാത്രം ഇതിൻ്റെ സർവീസ് മുഴുവൻ ചെയ്തിട്ടുള്ളത്. ഇത്രയും വർഷം ഞാൻ ടാറ്റയിൽ നിന്ന് എടുക്കുമ്പോൾ ഞാൻ ഒരു എക്സ്റ്റൻഡഡ് വാറണ്ടി എല്ലാം ഉൾപ്പെടെയാണ് പർച്ചേസ് ചെയ്തതെങ്കിലും ആഫ്റ്റർ ദ ഫസ്റ്റ് ഫ്രീ സർവീസ് എനിക്കതിൻ്റെ സർവീസിനോട് എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനു മുമ്പ് അറിയാവുന്ന ഒരു ഗാരേജിൽ തന്നെ എനിക്കറിയാവുന്ന ആൾ തന്നെയാണ് ഈ 16 ഇയേഴ്സും ഇതിൻ്റെ എല്ലാ സർവീസസും ഒരാളാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് മൊത്തം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് 59,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ.
ഈ 16 ഇയേഴ്സിൽ ഞാൻ വേറെ വണ്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ 59,000 കിലോമീറ്റേഴ്സിൽ ഒരു 58,500 കിലോമീറ്റേഴ്സും ഞാൻ തന്നെയാണ് ഓടിച്ചിട്ടുള്ളത്. വേറെ ഒരാളും ഓടിച്ചിട്ടുണ്ടാവില്ല. അഥവാ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയോ ഒരു മെയിൻ്റനൻസ് ഒരു സർവീസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ റെയർ ഒക്കേഷൻസിൽ അല്ലാതെ വേറെ ആരും ഈ വണ്ടി ഉപയോഗിച്ചിട്ടുമില്ല. ഞാൻ മാത്രം ഓടിച്ചിട്ടുള്ളൊരു വണ്ടിയാണ്. സോ ഇൻ ഓൾ ദീസ് ഇയേഴ്സ് ഇറ്റ് ഇസ് ബിക്കം പാർട്ട് ഓഫ് മൈ ഐഡന്റിറ്റി ആസ് വെൽ. ഇതിപ്പോൾ ഈ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കിടക്കുന്നത് കണ്ടിട്ട് എന്നെ അറിയാവുന്ന ആളുകൾ വിളിച്ച്, കാരണം ഇത് ഞാൻ ഈ വണ്ടി ഓടിക്കാറുണ്ട്, അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എടപ്പള്ളിയിൽ വെച്ച് കണ്ടല്ലോ, വണ്ടി മാത്രമായിരിക്കും കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു കളറും. അതെ, ഇത് കൂടുതലില്ല ഈ കളർ. ആ സമയത്ത് ഇത് ഒരു സൈക്കസ് ഗ്രേ എന്ന് പറഞ്ഞൊരു കളറാണ്. ഈ കളറും പിന്നെ ഒരു മൗണ്ടൻ ഗ്രീൻ എന്ന് പറഞ്ഞൊരു 2 ന്യൂ സ്പെഷ്യൽ എഡിഷൻ കളേഴ്സായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ജാനുവരി 2009 ഫെസ്റ്റ് കാറ് ഞാനായിരുന്നു എടുത്തത്. അതും ഈ കളറിലും വളരെ കുറച്ച് യൂണിറ്റ്സ് എനിക്ക് തോന്നുന്നുള്ളൂ വിട്ടുപോയിട്ടുള്ളൂ. അതിലൊന്ന് എൻ്റെയാണ്. ഇതാണ്. ഓക്കെ. സോ കുറേ ഫീച്ചേഴ്സ് എല്ലാം നീറ്റായിട്ട് തന്നെ കീപ്പ് ചെയ്തിരിക്കുന്ന വണ്ടി കാണാൻ നല്ല നീറ്റ്നെസ് ആണ് ശരിക്കും. വളരെ ബേസിക് ആണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. ലൈക്ക് ആ സമയത്തുള്ള എല്ലാ വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പലതും കുറവാണ്. ബട്ട് നമുക്ക് വേണ്ടതല്ല ഇതിലുണ്ട്. ഇതിൽ വേറെ ഗിമ്മിക്സ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഒരു ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്ന ഒരാൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. അനാവശ്യമായിട്ടുള്ള ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങളുമില്ല. പലപ്പോഴും ആവശ്യമില്ലാത്ത പല ഫീച്ചേഴ്സും പിന്നീട് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോൾ അത് റിപ്പയർ ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ വേറെ വരും. അപ്പോൾ ഇത് ബേസിക്കലി ഒരു മെക്കാനിക്കലി എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. കാരണം ഐ ഡു ഓൾ ദി സർവീസ് ഓൺ ടൈം. സമയമാകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സർവീസസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് വേറെയുള്ള ഒരു ഇഷ്യൂസ് എനിക്കും ഉണ്ടായിട്ടില്ല. ഓക്കെ. അപ്പോൾ ഈ ഒരു വണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല? ഇല്ല, എനിക്കിപ്പോൾ ഈ ഒരു പീരീഡിൽ വേറെ പല വണ്ടികളും വാങ്ങിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിനോട് എനിക്ക് കൊടുക്കാൻ തോന്നിയിട്ടുമില്ല, ഇനിയൊട്ട് കൊടുക്കാൻ പ്ലാനും ഇല്ല. അത് വീട്ടിലും ഇതുപോലെ എൻ്റെ ഫാദറും പ്രോബ്ലി ഇത് സെയിം. ആൾക്കൊരു 42 വർഷമായിട്ട് ഒരു അംബാസഡർ ഉണ്ട്. അത് ഇപ്പോൾ കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അത് ഈ 42 വർഷമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാണ്. ഇനി ഫ്യൂച്ചറിൽ അത് കൊടുക്കാൻ താല്പര്യമില്ലാതെ ഇതും അങ്ങനെ തന്നെ വീട്ടിലൊരു മെമ്പറിനെ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഐ ആം ഹാപ്പി വിത്ത് ദ കാർ. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. വളരെ നന്ദി. യെസ്, നമുക്കിനി അടുത്ത വേരിയന്റ് കാണാം. സോ സഫാരി ഡൈക്കോറിന്റെ ടോപ്പ് മോഡൽ, അതായത് VXS ആണ് ഈ കിടക്കുന്നത്. അതിന്റെ ഓണറാണ് ഇദ്ദേഹം. ഹായ് സർ, വെൽക്കം ടു ചാനൽ. സാറിന്റെ പേര്? കണ്ണമ്പള്ളി. ഓക്കെ സാർ, ഇത് ഫസ്റ്റ് ഓണർ ആണെന്ന് അറിഞ്ഞു. അതെ. എത്ര വർഷമായി ഇത് ഓൺ ചെയ്തിട്ട്? ഇപ്പൊ 17 വർഷമായി. 17 വർഷമായിട്ട് സഫാരി യൂസ് ചെയ്യുന്ന? അല്ല, അതിന് മുമ്പ് ഒരു സഫാരി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇത് മേടിച്ചത്. ഓക്കെ. കുറച്ചാൾ രണ്ടും ഉപയോഗിച്ചു, അത് കഴിഞ്ഞിട്ട് മറ്റത് വിറ്റു. എന്താണ് ഈ സഫാരിയോടുള്ള ഇത്ര ഇഷ്ടം തോന്നാനുള്ള കാര്യം? യാത്ര ചെയ്യാനുള്ള ഏറ്റവും നല്ല സുഖമുള്ള വണ്ടിയാണ്. വണ്ടി ഓടിക്കാനാണെങ്കിലും സൈഡിലിരിക്കാനാണെങ്കിലും പിന്നത്തെ സീറ്റിലിരിക്കാനാണെങ്കിലും ഏറ്റവും സുഖമുള്ള വണ്ടിയാണ്. ഓക്കെ. അത് കൂടാണ്ട് വളരെ സേഫ് ആണെന്നുള്ളൊരു വിചാരം മനസ്സിലുണ്ടാവും. സേഫ് ആണ് അത്. എന്തുകൊണ്ട്? എങ്ങനെ തോന്നിയ ഫീൽ ചെയ്ത കുറച്ച് പോയിന്റ്സ് ഉണ്ടാവുമല്ലോ. ഒരിക്കലും നമുക്ക് അപായത്തിൽ പെടുന്നുള്ള പേടിയേ വേണ്ട. കാരണം എന്ത് പറ്റിയാലും വണ്ടി സോളിഡ് വണ്ടിയാണ്. സാർ ഉപയോഗിക്കുന്ന മറ്റു വണ്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, വേറെ വണ്ടികളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഇതാണ് കംഫർട്ട് തോന്നുന്നത്? ഏറ്റവും കംഫർട്ടബിൾ. ഓക്കെ. സൈഡിലിരിക്കാനും ബാക്കിലിരിക്കാനും ഒക്കെ സുഖമാണ്. ബാക്കിൽ എൻ്റെ ഫാമിലിയും കൊണ്ട് പലയിടത്തും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റുള്ള വണ്ടികളാണെങ്കിൽ പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെടുവേദന എന്ന് പറഞ്ഞ് കംപ്ലൈൻ്റ് ആണ്. ഇതിലാണെങ്കിൽ ഒരു പരാതിയില്ല. ഇതിലാണെങ്കിൽ ഒരു പരാതി, അവർക്ക് ഒരു പരാതിയില്ല. കാരണം അത്ര കംഫർട്ടബിൾ ആണ് ഇതിൽ യാത്ര. അപ്പം സസ്പെൻഷനൊക്കെ അതിന് മാത്രം വളരെ കേപ്പബിൾ ആണ്. പിന്നെ സർവീസ് ചെയ്യുമ്പോൾ അതൊക്കെ നോക്കേണ്ടി വരും, ചെയ്യേണ്ടി വരും, സമയത്തിന് മാറ്റേണ്ടി വരും, ബുഷുകൾ പോകും. അത് എല്ലാ വണ്ടിയുടെയും അതൊക്കെ തന്നെയാണ്. അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് സ്പെഷ്യലായിട്ട് ഇതിന് അങ്ങനെയൊരു മെയിൻ്റനൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ ചെയ്തിട്ടില്ല. ഇല്ല. കാരണം ഉണ്ട്. ഈ വർക്ക്ഷോപ്പിലെ മെക്കാനിക്കുമാർ വണ്ടി നശിപ്പിക്കും, മനസ്സിലായില്ലേ? അത് കിങ്ഡം ഓഫ് സഫാരിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നല്ലൊരു വർക്ക്ഷോപ്പ് അവർ പറഞ്ഞു വന്ന് അവിടെ കൊണ്ടുപോയി. ഏറ്റവും ചാർജ് കുറവാണ്, മാത്രമല്ല 1-2 ദിവസത്തിനകം പണി കഴിഞ്ഞ് തിരിച്ചു വരും. ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഏൽപ്പിച്ച പണി കൃത്യമായിട്ട് ചെയ്തു തരും. പ്രോപ്പർ ഗൈഡൻസ് ഉണ്ട്. പാർട്സുകൾക്ക് ഇപ്പം ബൂഡ്മോന്ന് എന്നുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്, എനിക്കറിയില്ലേ പാർട്സ് കിട്ടാനായിട്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു പഴയൊരു കൊളീഗ് ഉണ്ട് പൂനെയിൽ, അവനോട് പറഞ്ഞിട്ടാണ്, അവനവിടെ അന്വേഷിച്ചിട്ടാണ് പാർട്സ് എനിക്ക് സംഘടിപ്പിച്ചു തരാറ്. പക്ഷെ പാർട്ട് നമ്പർ ഇല്ലാത്ത കാരണം അവനും ബുദ്ധിമുട്ട്. അവന് വണ്ടിയെ പറ്റി വലിയ വിവരമില്ല, അപ്പോൾ അവനും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് സാധനം വേണമെങ്കിലും അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയുടെ മോഡലും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ
അതിൻ്റേതായിട്ടുള്ള സാധനങ്ങൾ, അത് ആഫ്റ്റർ മാർക്കറ്റ് ആണെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ്, അല്ലെങ്കിൽ ഒറിജിനൽ മാനുഫാക്ചറിങ്. ഇപ്പോൾ സ്വിച്ച് ചെയ്യാൻ മാറ്റി, ഡ്രൈവർ സൈഡിലുള്ള സ്വിച്ച്, അത് മിൻറ്റയുടെ തന്നെ അവർ പറഞ്ഞു 3 ആഴ്ച എടുക്കും. കാരണം അവർ സ്റ്റോക്ക് ചെയ്യുന്നില്ല, അവരത് അവൈലബിലിറ്റി ഉണ്ടെന്ന് കൺഫേം ചെയ്തിട്ടാണ് ഓർഡർ അക്സെപ്റ്റ് ചെയ്തത്. അങ്ങനെയുള്ള കുറേ സൗകര്യങ്ങൾ അതൊന്നും നമുക്ക് വിചാരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. മറ്റേ ഈ വർഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ട്, അവിടെ കിടക്കും വണ്ടി. മനസ്സിലായില്ലേ? ഇപ്പം അതൊന്നും ആവശ്യമില്ല. ഇപ്പം നമുക്ക് നേരിട്ട് മേടിച്ച് സാധനം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ മാറ്റിയുള്ളൂ ആ സ്വിച്ച്, വന്ന സ്വിച്ച് 2 മണിക്കൂറിനകം മാറ്റി. അതായത് നമ്മൾ ഉദ്ദേശിച്ച അത്ര സിമ്പിളാണ് ഇത് മെയിൻ്റെനൻസ് ചെയ്യാൻ. അത്ര സിമ്പിൾ എന്നല്ല പറയുന്നത്, സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റും. ചില കേസസിൽ വളരെ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്യാം അല്ലേ? റെഗുലറായിട്ട് സർവീസ് ചെയ്യണം. മാനുവലി പറഞ്ഞേക്കണ കൃത്യമായിട്ട് ചെയ്യണം. അത് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇന്നുവരെ വഴി കടത്തിയിട്ടില്ല. ഇല്ല. ഇത് 4x4 റോഡാണ്. ഓഫ് റോഡൊക്കെ പോയിട്ടുണ്ട്. ഓഫ് റോഡ് പോകാറുണ്ട്. ഞാൻ അത് ഈ സഫാരിക്ക് മുമ്പ് എനിക്ക് ഉണ്ടായിരുന്ന ടാറ്റ എസ്റ്റേറ്റ് ആദ്യത്തെ സഫാരിക്ക് മുമ്പ് അത് വെച്ചിട്ട് അതിന് മുമ്പ് അംബാസഡർ ആയിരുന്നു. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ സ്ഥലത്ത് പോകാറുണ്ട്. അവിടെ റോഡ് വളരെ മോശം, ഇല്ലയെന്ന് തന്നെ പറയാം. അപ്പോൾ ആ അംബാസഡറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലം വരെ പോയി അവിടെ വണ്ടി സൈഡിൽ ഒതുക്കി പൂട്ടിയിട്ടിട്ട് നടന്നു പോകണേ. എസ്റ്റേറ്റ് ആയപ്പോഴത്തേക്കും കുറേ കൂടി അടുപ്പിച്ച് പോകാൻ പറ്റും. സഫാരി ആയി കഴിഞ്ഞപ്പോൾ 4x4 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് എൻ്റെ പറമ്പിൻ്റെ വക്കത്ത് വേലിക്ക ചെന്ന് കയറാം. അത് ശരി. ഓക്കെ. അങ്ങനെയുള്ള കുറേ നല്ല നല്ല കുറേ മെമ്മറീസും കാണുമല്ലോ ഈ വണ്ടിയുമായിട്ട്. പിന്നെ എവിടെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ധൈര്യമായിട്ടും നമുക്ക് പോകാം. കാരണം വെച്ചാൽ 4x4 ഉണ്ടെങ്കിൽ വണ്ടി എടുത്തുകൊണ്ടിരാൻ പറ്റുന്നുള്ള ഉറപ്പാണ്. ഓക്കെ. അതാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. സോ എപ്പോഴും ഈ വണ്ടിയിൽ ഹാപ്പിയാണ്? വളരെ ഹാപ്പിയാണ്. ഇത് മാറ്റി പുതിയൊരു വണ്ടി എടുക്കണമെന്ന് തോന്നാറുണ്ടോ എപ്പോഴെങ്കിലും? ഇത് റീ രജിസ്ട്രേഷൻ ഡ്യൂ ആയിരുന്നു. 15 വർഷം കഴിഞ്ഞപ്പോൾ വേറെ വണ്ടി എടുക്കണമെന്ന് പറഞ്ഞ് വീട്ടുകാരെല്ലാവരും നിർബന്ധിച്ചു. 15 വർഷം കഴിഞ്ഞപ്പോൾ റീ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എൻ്റെ മക്കൾ 2 പേരും പുറത്താണ്. ഭാര്യയും ഒരു പുതിയ വണ്ടി എടുക്കുക. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും പുതിയ സഫാരി ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഛായ കണ്ടിട്ട് എനിക്ക് അതൊരു സഫാരിയാണെന്ന് തോന്നിയില്ല. ഇത് തന്നെ മതി എന്ന് വെച്ചു. ഞാൻ ഇതിനെക്കാട്ടിലും ലേറ്റർ ആയിട്ടൊരു മോഡൽ സെക്കൻഡ് ഹാൻഡ് മേടിക്കാനായിട്ട് അന്വേഷിക്കണം. നല്ലതും കിട്ടിയില്ല. അതൊരു ബുദ്ധിമുട്ടല്ല. അല്ല, എനിക്ക് ഈ ഗ്രൂപ്പിന് യാതൊരു കണക്ഷനും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്തേനെ. അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വിവരമുള്ളവരുണ്ട്, പറഞ്ഞു തരാനായിട്ട് ഈ വണ്ടി നല്ലതാണോ അല്ലയോ എന്നുള്ളത് പറഞ്ഞു തരാനായിട്ടുണ്ട്. പിന്നെ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ പോയി വണ്ടി ചെക്ക് ചെയ്ത് നമുക്ക് റിപ്പോർട്ട് തരുന്ന ഏജൻസികളുണ്ട്. അതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊക്കെ ഇവരിൽ നിന്നാണ് കിട്ടിയത്. അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത് വിറ്റിട്ട് വേറെ ഇതുമാതിരി തന്നെ മോഡൽ കുറേ കൂടി വർഷം കഴിഞ്ഞിട്ട് മോഡൽ എടുത്തേനെ. പക്ഷെ അത് നടക്കാണ്ടായപ്പോൾ ഞാൻ ഇത് തന്നെ രജിസ്റ്റർ ചെയ്തെടുത്തു. സോ ഏതായാലും ഹാപ്പിയാണ് സഫാരിയുമായിട്ട് ഇത്രയും നാൾ? വളരെ ഹാപ്പിയാണ്. ഓക്കെ. അപ്പം താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. അങ്ങനെ പല ജനറേഷൻസും പല വേരിയൻസും കണ്ട് നമ്മൾ സഫാരി സ്റ്റോം എന്ന വേരിയന്റിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ? ഹായ് ബ്രോ. ഹലോ. റോഷൻ. എന്നെ ഷൂട്ടിലൊക്കെ ഇത്രയും നേരം ഹെൽപ്പ് ചെയ്തിരുന്ന ആളാണ് റോഷൻ. വളരെ നന്ദി. സോ സ്റ്റോമിനെ പറ്റി നമുക്ക് സംസാരിക്കാം. സ്റ്റോം ഇത് ആക്ച്വലി 2014 മോഡൽ സഫാരി സ്റ്റോമാണ്. ഇത് ആക്ച്വലി ഒരു 4-വീലർ വെഹിക്കിളാണ്. നമ്മുടെ സ്ട്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2012 തൊട്ടിട്ട് 2019 വരെ പ്രൊഡക്ഷനിലുണ്ടായിരുന്ന ഒരു വണ്ടിയാണ്. ഡൈക്കോറിന് ശേഷം വെരിക്കോർ എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ വണ്ടികളിൽ 2012 തൊട്ടിട്ടുള്ള ഒരു സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ ആര്യ ഹെക്സ, ആ ഒരു എഞ്ചിനിലേക്ക് കൊണ്ടുവന്ന ആ ഒരു വെരിക്കോർ എന്ന് പറഞ്ഞൊരു സംഭവം ഡിറൈവ് ചെയ്ത് ആദ്യമായിട്ട് കൊണ്ടുവന്ന വണ്ടികളിൽ ഒന്നാണ് സ്ട്രോം. 2.2 തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എഞ്ചിനിൽ വന്നിട്ടുണ്ട്. എഞ്ചിന്റെ ഹെഡ് അതിന്റെ കുറച്ച് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് എഞ്ചിൻ സൈഡിൽ. ഇത് 4x2. ഇത് 4x4 ആണ്. 4x4 ആണ്. ഓക്കെ. മറ്റേതിന്റെ നോബ്സ് ഒക്കെ എവിടെ ആയിരുന്നു വന്നിരുന്നത്? അവിടുന്ന് അതെ താഴോട്ടാക്കി ഈ ഒരു ഏരിയയിലാണ് ഇതിന്റെ നോബ് വരുന്നത്. 2H 4H 4L എന്ന് പറയുന്ന ആ ഒരു 3 പൊസിഷൻ വരുന്നുണ്ട്. ഇവിടെയാണ് വന്നിരിക്കുന്നത്. അതെ. ഓക്കെ. അപ്പം ഒരു നോർമൽ ഇതുവരെ ഉണ്ടായിരുന്ന ഡൈക്കോസിൽ നിന്നൊക്കെ മാറിയിട്ടാണ് സ്ട്രോം വന്നതായി. അതിനകത്തുള്ള കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ, പല കംഫർട്ട് വൈസ് കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഓരോന്നോരോന്ന് എടുത്ത് പറയാൻ എന്തൊക്കെയുണ്ടൊരു ആദ്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഡൈക്കോർ യൂസറാണ് ഇപ്പോഴും. ഓക്കെ. അപ്പം നമ്മൾ ഡൈക്കോർന്ന് സ്ട്രോമിലേക്ക് വന്ന സമയത്ത് ഒരു കാര്യം മൊത്തത്തിൽ മാറിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു റൈഡ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് റോയിലായാലും ബാക്ക് റോയിലായാലും സീറ്റിങ്ങിന്റെ ആ ഒരു കംഫർട്ടിൽ നല്ലൊരു വ്യത്യാസം. ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ റിവ്യൂസിൽ കേട്ടിരുന്നതും ഭയങ്കര കംഫർട്ട് ആയിരുന്നു ഡൈക്കോർ. അതിലും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നു. അതെ തീർച്ചയായും. ഇതിന്റെ സസ്പെൻഷൻസിൽ വ്യത്യാസമുണ്ട്, ഇതിന്റെ ചാസി വ്യത്യാസമുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള ന്യൂ ജനറേഷൻ SUVസുമായിട്ട് ഇടം പിടിക്കാൻ പറ്റുമോ ഇതിന്റെ ഒരു കംഫർട്ട്?
തീർച്ചയായും പറ്റും. തീർച്ചയായും പറ്റും. കാര്യം ആ ഒരു ഡൈക്കോർന്ന് ഇതിലേക്ക് മാറി 2019 വരെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ആൾക്കാർ ഈ ടാറ്റയുടെ മുമ്പൊരു ഇഷ്യൂസ് ഒക്കെ എന്താണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ടാറ്റ എന്ന് പറയുന്ന വണ്ടികൾ ആൾക്കാർ അയ്യോ ടാറ്റ എന്ന് പറഞ്ഞൊരു കണ്ടീഷനായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ഈ സഫാരി സ്ട്രോം എന്നുള്ളൊരു വണ്ടി ആ ടൈമിലുണ്ടായിരുന്നു. അപ്പം ഇത് അറിയുന്ന ആൾക്കാരാണ് ഈ വണ്ടിയെ പറ്റി ചൂസ് ചെയ്യുന്നതും ഈ വണ്ടി സെലക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതും. അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. 10-15 വർഷമായി, അതായത് മറ്റേ ഡൈക്കോർ യൂസേഴ്സിനെ പോലെ തന്നെ ഒരു 10 വർഷത്തോളം ഈ വണ്ടി യൂസ് ചെയ്യുന്ന, അതായത് ഫ്രഷ് എടുത്ത് ഇപ്പോഴും ഫസ്റ്റ് ഓണറിൽ കിടക്കുന്ന ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. നമ്മുടെ ഇവിടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്ന വണ്ടികൾ ആക്ച്വലി കുറവാണ്. പക്ഷേ നമ്മളെപ്പോഴും ഇപ്പോഴും ആൾക്കാർ ഈ നോർത്ത്, ഈ ഡൽഹി, ഹരിയാന അങ്ങനത്തെ ആ ഒരു സ്ഥലത്ത് പോയിട്ട് ഈ വണ്ടി തേടി പിടിക്കുന്ന ആൾക്കാരും കൂടുതലാണ്. കാര്യം ഇതിന്റെ വാല്യൂ ഈ ഒരു ടൈമിലാണ് ആക്ച്വലി കൂടിയത്. നമുക്ക് ഈ ഒരു പ്രൈസിൽ ഇത്രയും ഫീച്ചേഴ്സും ഇത്രയൊരു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി കിട്ടണം എന്നുണ്ടെങ്കിൽ അതും ഒരു SUV ആലോചിക്കണം. പ്രോപ്പർ SUV. ഓക്കെ, ആ ഒരു പ്രൈസ് പോയിന്റിൽ നമുക്ക് ഇതിന്റെ മൈലേജ് ആയാലും ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ആ ഒരു ഷേപ്പ് ആയാലും ഇപ്പോഴും മാർക്കറ്റിൽ ഔട്ട്ഡേറ്റഡ് ആവാത്തൊരു ഡിസൈൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ സ്ട്രോം എന്ന് പറയുന്ന ഒരു വെഹിക്കിൾ. ഫ്യൂൽ എഫിഷ്യൻസിയെ പറ്റി പറഞ്ഞല്ലോ, അതെന്ത് മാത്രം കിട്ടുന്നുണ്ട്? ഫ്യൂൽ എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൈക്കോറിൽ പറഞ്ഞ പോലെ തന്നെ അതിലും കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആണ്. ഓക്കെ, ഒരു 12 to 15 നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു മൈലേജ് ആണ്. ഹൈവേസിൽ അതിലും കൂടുതൽ കിട്ടുന്ന ആൾക്കാരുണ്ട്. അത്യാവശ്യം ലോങ് കാര്യങ്ങളെല്ലാം പോകുന്ന സമയത്ത് അതിലും മൈലേജ് കിട്ടുന്ന ആൾക്കാരുണ്ട്. ഒരു എങ്ങനെ പോലെ ഒരു 13-14 റേഞ്ചിൽ നോർമലി ഒരു യൂസറിന് അധികം കാല് കൊടുത്ത് ഒരുപാട് ഇങ്ങനെ എന്താ പറയുക റഫായിട്ട് യൂസ് ചെയ്യാത്ത ആൾ, ഒരു സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു 12 to 13 ഒരു ആവറേജ് ഫ്യൂൽ കൺസംഷൻ ആയിട്ട് നമുക്ക് കിട്ടും. അതിലും ഹൈവേസ് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ലോങ് ടേമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും തേയ്മാനങ്ങളും കുറവായിരിക്കും, മൈലേജും കാര്യം പോലെ കുറച്ച് മെയിൻ്റെനൻസും വലിയ പ്രശ്നമില്ല. മെയിൻ്റെനൻസ് പ്രശ്നം വരില്ല ആ ഒരു കാര്യത്തിൽ. റെഗുലർലി നമ്മൾ പീരിയോഡിക് മെയിൻ്റെനൻസ് ചെയ്ത് പോവുക. ഇപ്പം എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ വാർണിംഗ് ലൈറ്റ്സ് എന്തെങ്കിലും വരിക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ നമുക്ക് ഓടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അടുത്തുള്ള ഗാരാജിൽ പോയിട്ടോ അവിടെ പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. കുഴപ്പം കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. അങ്ങനെ എന്തെങ്കിലും അത്രയും നമ്മുടെ റഫ് കണ്ടീഷനിൽ ഓടിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു ഫാക്ടർ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സഫാരീസ് അല്ല സ്ട്രോം എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രോമിൽ വന്നിരിക്കുന്ന മെയിൻ്റെനൻസ്, എക്സ്ട്രാ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ? യൂഷ്വലി നമ്മുടെ ഇതിൻ്റെ സർവീസ് ഒരു 10,000 കിലോമീറ്റേഴ്സിൽ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർലി പീരിയോഡിക് ആയിട്ടുള്ള ചെക്കപ്പ് ആ ഒരു ടൈമിങ്ങിലാണ്. ബട്ട് നമ്മളെപ്പോഴും ഒരു 7,000, 8,000 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാര്യം ഓരോ വണ്ടിക്കനുസരിച്ച് ഇപ്പം ഓരോ ബ്രാൻഡ്സ് ഇപ്പം 10,000, 15,000 എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യ, നമ്മുടെ ഇവിടുത്തെ വെതർ കണ്ടീഷനും ഇവിടുത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഏറ്റവും ബെറ്റർ മാക്സിമം എഞ്ചിൻ ലൈഫ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഓയിലിൻ്റെ ആ ഒരു സർക്കുലേഷൻ ആ ഒരു കാര്യം കൊണ്ടാണ്. സോ നമ്മൾ ആ ഒരു കാര്യം പ്രോപ്പറായിട്ട് കെയർ ചെയ്യാം. ഒരു 7,000, 8,000 ഇപ്പോൾ 10,000 പറയുകയാണെങ്കിൽ അതിനൊരു 1,000-2,000 കിലോമീറ്റർ മുന്നേ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഓയിൽ ഫിൽറ്റർ കാര്യങ്ങൾ ആ ഒരു സൈഡ് എഞ്ചിൻ സൈഡിൽ അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലൈഫും നമുക്കൊരു സമാധാനമാണ് ബേസിക്കലി. ഓക്കെ, അപ്പം പിന്നെ ഇതിൻ്റെ ഈ സഫാരി എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരുമ്പം നമ്മൾ മെയിൻലി ഇതിൻ്റെ ടൈമിംഗ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം വെരിക്കോർ എഞ്ചിൻസിൽ ടൈമിങ്ങിൻ്റെ ഇഷ്യൂ കുറവാണ്. ഇഷ്യൂ പറഞ്ഞൊരു സംഭവം നമുക്ക് ആ ഒരു കാര്യം നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. ഓക്കെ, നമ്മളത് പ്രോപ്പർലി ടേക്ക് കെയർ ചെയ്തിരുന്നാൽ, അതായത് ഇതിൻ്റെ റബ്ബർ ബെൽറ്റാണ് വരുന്നത്. നോർമലി ചെയിന് കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗത്ത് റബ്ബർ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു 5 years അല്ലെങ്കിൽ ഒരു 50,000 കിലോമീറ്റേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മളത് പ്രോപ്പർലി ചേഞ്ച് ചെയ്യുക. മെയിൻലി ഇത് യൂസ്ഡൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഇപ്പം അറിയില്ല, അപ്പോൾ കിലോമീറ്റർ മാറ്റിയതാണോ അല്ലെങ്കിൽ നമുക്കതൊന്നും അറിയില്ല. അപ്പം മെയിൻലി ഒരു പുതിയ വണ്ടി അല്ലെങ്കിൽ യൂസ്ഡ് വണ്ടി നമ്മൾ പുതുതായിട്ടൊരു ഓണർ എടുക്കുമ്പം മെയിൻലി ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. മാക്സിമം ടൈമിംഗ് കിറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒരു ജനറൽ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുക. ഇത് മെയിൻലി കംപ്ലയിൻസ് അധികം സ്ട്രോമിലധികം കംപ്ലയിൻസ് വരാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ മെയിൻലി നമ്മുടെ ഈ സസ്പെൻഷൻ സൈഡ് ഇപ്പം മാറാൻ, ബുഷ് കാര്യങ്ങളൊക്കെ മാറാനോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ തേയ്മാനം ആ ഒരു കംപ്ലയിൻസ് ആണ് നോർമലി വണ്ടി തേയ്മാനം കൊണ്ട് വരുന്നത്. അല്ലാതെ ടെക്നിക്കലി നമുക്ക് ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് സോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം വണ്ടി ഓടിക്കാം. പിന്നെ വണ്ടി നിർത്തിയിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാതെ വെച്ച കുറേ കാലം വെച്ച വണ്ടികൾ, അതിപ്പോൾ സ്ട്രോം ആയാലും സഫാരി ആയാലും ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും
നമുക്കത് എടുത്തു കഴിഞ്ഞ് കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ പ്രോബ്ലംസ് കാര്യങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, എൻ്റെ ഡൈക്കോർ ആക്ച്വലി അങ്ങനെയാണ്. ഇപ്പം വണ്ടി കുറച്ചു കാലം നിർത്തിയിട്ട വണ്ടിയാണ്, അതിനെ ഞാൻ എടുത്തു, ഒരു മാസത്തിൽ ഒരു 5000 കിലോമീറ്റർ അത് ഓടിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അത് ഓടിക്കാൻ വേണ്ടി മാത്രം ഓടിച്ചതാണ്. ഐ മീൻ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അതെ, 5000+ കിലോമീറ്റർ ഓടിച്ചു ഒരു മാസത്തിൽ. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടി. ഓക്കെ, മെയിൻലി ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു മാറേണ്ട, അത് റബ്ബർ ബുഷ്, അതുകൂടാതെ നമ്മുടെ ഈ കൂളൻറ്റിൻ്റെ ഹോസസ്, അതും ഇത്ര കൊല്ലം, അതായത് ഒരു വൺസ് ഇൻ 10 ഇയർ എങ്കിലും നമ്മൾ ആ ഹോസസ് എല്ലാം ചേഞ്ച് ചെയ്യേണ്ടതാണ്. കാര്യം ഈ റേഡിയേറ്ററിൽ നിന്ന് പോകുന്ന ആ ഒരു കൂളൻറ്റിൻ്റെ ആ ഒരു ഫ്ലോ കാര്യങ്ങളെല്ലാം. അതെ അതെ അതെ. അപ്പോൾ നമുക്ക് അതിനകത്ത് ഈ റബ്ബർ ആയതുകൊണ്ട് അതും ഒരു പീരിയോഡിക് ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കണം. എൻ്റെ വണ്ടിയിൽ, എൻ്റെ ഡൈക്കോറിൽ കിട്ടിയ ഒരു കാര്യമാണ് ആ ഒരു കൂളൻറ്റിൻ്റെ കാര്യങ്ങളും കൂളിംഗ് സിസ്റ്റം, പിന്നെ ഈ ഒരു ടൈമിങ്ങിൻ്റെ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ. അതായത് ഒരു 10, 100 അല്ലെങ്കിൽ ഒരു 500 കിലോമീറ്ററോ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചെന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങൾ അറിയണമെന്നില്ല അല്ലേ? ഒരിക്കലും ഇല്ല. കാര്യം നമ്മൾ പഴക്കം ചെല്ലുന്തോറും ഓരോ വണ്ടിയുടെ ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് ഓണർ വണ്ടി ഓടിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മളൊരു 4th ഓണർ അല്ലെങ്കിൽ 5th ഓണർ വണ്ടി ഓടിക്കും. ഓരോ ആൾക്കാർ യൂസ് ചെയ്ത ഒരു സ്റ്റൈൽ ഉണ്ടാവും, അവരുടെ റൈഡിങ് സ്റ്റൈൽ വ്യത്യാസം ഉണ്ടാവും. ചിലവർ നല്ല ഹാർഷായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ചിലവർ സ്ലോ ആയിട്ട് ഓടിക്കുന്നുണ്ടാവും. എപ്പോഴും നമ്മളൊരു വണ്ടി, മെയിൻലി സഫാരികളൊക്കെ ഡൈക്കോർ ആണെങ്കിലും വെരിക്കോർ ആണെന്നുണ്ടെങ്കിലും പയ്യെ മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഹാർഷായിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് മാത്രം നമ്മൾ ഓടിക്കുക എന്നുള്ളതിലൊരു കണക്കല്ല. നമ്മളൊരു യൂസർ ആണെന്നുണ്ടെങ്കിൽ ആ വണ്ടി പയ്യാണെങ്കിലും സ്പീഡിലാണെങ്കിലും ഓടിക്കണം എന്നുള്ളൊരു കാര്യം അവിടെയുണ്ട്. അതൊരു എഞ്ചിൻ്റെ ആ ഒരു കാര്യം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാര്യം എപ്പോഴും സ്ലോയിൽ പോകണം, എപ്പോഴും സ്പീഡിൽ പോകണം എന്നല്ല പറയുന്നത്, നമ്മളത് പോയി നോക്കണം. സോ നമ്മുടെ എഞ്ചിൻ്റെ കേപ്പബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ, അതിന് വേണ്ടി മാത്രം. സോ നമ്മുടെ വെരിക്കോറിൻ്റെ കാര്യം, അതായത് സ്ട്രോമിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയൊക്കെ ശ്രദ്ധിക്കാനുള്ളൂ ആക്ച്വലി. ഓക്കെ, പിന്നെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമുക്കങ്ങനെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെ മേ ബി അതെ ഫ്യൂച്ചറിൽ നമുക്ക് അറിയില്ലല്ലോ, വണ്ടികളല്ലേ. ഓക്കെ, ഇതുപോലൊക്കെ ചെയ്ത് കൊണ്ടുപോയാൽ കൊണ്ട് നടക്കാൻ വലിയ തീർച്ചയായും ഒരു വിഷയമില്ല, അത് കൊണ്ട് നടക്കാം. ഓക്കെ, അപ്പം താങ്ക് യു ബ്രോ. നമുക്ക് സ്ട്രോമിനെ ഒന്ന് പരിചയപ്പെടുത്തി. ഇനി സ്ട്രോമിൻ്റെ അടുത്ത വേരിയൻറ്റുമായിട്ട് നമുക്ക് വരാം. സോ അങ്ങനെ സഫാരി സ്റ്റോമിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻസിൽ പെടുന്ന വേരിയൻ്റാണ് ഈ കിടക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നത് 140 ആയിരുന്നു അല്ലേ? അതെ. ഇത് ഏതാണെന്ന് പറഞ്ഞു. ഇത് 150 ആണ്. ഓക്കെ, സഫാരി സ്റ്റോം വെരിക്കോർ 150 BHP ഓണറാണ് ഈ ഇരിക്കുന്നത്. വെൽക്കം ബ്രോ ടു ചാനൽ. പേര് അനൂപ് എന്നാണ്, വയനാട് സ്വദേശിയാണ്. ഓക്കെ, കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഞാൻ ഈ സഫാരി സ്റ്റോം യൂസ് ചെയ്യുന്നു. 150 BHP. ഓക്കെ, അത് 150 തന്നെ നോക്കി എടുത്തതാണോ തപ്പി എടുത്തതാണോ? അല്ല, നമ്മൾ സെക്കൻഡ് ഹാൻഡ് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വളരെ റെയർ ആയിട്ട് കിട്ടും. നല്ലൊരു വണ്ടി നോക്കി 150 ആയിട്ട് കിട്ടി. അധികം ഓടാത്തൊരു വണ്ടി നോക്കി എടുത്തതാണ്. ഓക്കെ, എന്താണ് ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സഫാരി സ്റ്റോം എന്നുള്ളതൊരു എന്താ പറയാ, ഒരു SUV. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം വളരെയധികം ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയാണിത്. കാരണം SUV തന്നെ വേണം എന്ന് പറഞ്ഞ്, സഫാരി സ്റ്റോം തന്നെ വേണം എന്ന് പറഞ്ഞ് ഏകദേശം 1 കൊല്ലത്തോളം ഞാൻ തപ്പി നടന്ന് അങ്ങനെ ഡൽഹിയിൽ പോയി ഇഷ്ടപ്പെട്ടൊരു വണ്ടി എടുത്തിട്ട് വരികയാണ് ചെയ്തത്. അത് ശരി, തന്നെത്താനെ പോയി എടുത്തു, ഞാനും എൻ്റെ അളിയനും കൂടെ. ഓക്കെ, അപ്പം അതിനുള്ള ഒരു വഴിയുണ്ട്, അവിടെ പോയി നോക്കി എടുക്കാൻ അറിയാമെങ്കിൽ അല്ലേ? ബ്രോയ്ക്ക് അത്യാവശ്യം മെക്കാനിക്കൽ നോളജ് ഉള്ളത് കൊണ്ടാണോ പോയി എടുത്തത്, അല്ലാതെ ഒരാൾ പോയി കഴിഞ്ഞാൽ പ്രശ്നം വരുമോ? എങ്ങനെയുണ്ട്? പ്രശ്നം വരാം. കാരണം എൻ്റെ കൂടെ വന്ന അളിയനായിരുന്നു, അളിയന് ഡൈക്കോർ ഉണ്ട്. ഓക്കെ, സോ മെക്കാനിക്കൽ വൈസ്, എൻജിൻ വൈസ് എല്ലാ കാര്യങ്ങളും മൂപ്പര് നല്ലോണം നോക്കി. ഓക്കെ, പിന്നെ ഞാനിത് എടുക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിയ വണ്ടീനെ അധികം ഓടാത്തൊരു വണ്ടി, അധികം മോഡൽ ഔട്ട് ആവാത്തൊരു വണ്ടി, അങ്ങനെ കുറച്ചൊരു ക്രൈറ്റീരിയ വെച്ചിട്ട് ഞാൻ നോക്കി. അങ്ങനെ എല്ലാം കൂടെ ഒത്തുകെട്ട് ഒരു വണ്ടി കിട്ടി. ഇത് ഞാൻ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 29,000 ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് വണ്ടി കിട്ടിയത്. വണ്ടി കിട്ടി, അവിടുന്ന് ഞങ്ങൾ ഓടിച്ചിട്ടാണ് വന്നത്. ഓക്കെ, സോ ടോട്ടലി ഐ എം ഹാപ്പി. ഇപ്പൊ ഏകദേശം എടുത്തിട്ട് 3 വർഷമായി, ഏകദേശം 2.5-3 വർഷമാവുന്നു. 30,000 കിലോമീറ്റർ ഞാൻ ഓടിച്ചു എക്സ്ട്രാ ഓടി. അപ്പൊ ടോട്ടൽ ഇപ്പൊ 60+ ആയിട്ടുണ്ട്. ഓക്കെ, സോ വണ്ടിയുടെ നല്ല നീറ്റായിട്ടുള്ള ഇന്റീരിയർ, ഇതിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ വണ്ടി വേണമെന്ന് വളരെ നിർബന്ധം. ഓക്കെ, ഇത് തന്നെയാണ് ഏറ്റവും ക്ലാസിക് ആയിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും ഭംഗി. അതെ, ഇതിലുള്ള കാര്യങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണ്? എനിക്ക് ഇഷ്ടപ്പെട്ടത് യാത്രാ സുഖം തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കൂടെ ഈ വണ്ടിയിൽ യാത്ര ചെയ്ത ഏത് ഏജിലുള്ള ആൾക്കാരാണെങ്കിലും അവരൊക്കെ എനിക്ക് തന്നിരിക്കുന്ന പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അത് ഈവൻ കുട്ടികളാണെങ്കിൽ ശരി, യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ ശരി, ഏജ്ഡ് ആയിട്ടുള്ള എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ഭാര്യൻ്റെ അച്ഛനും അമ്മയും അവരൊക്കെ കയറുമ്പോൾ, എൻ്റെ അമ്മയോ ആരെങ്കിലും ഒക്കെ കയറുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ. ഒന്ന് ബാക്ക് സീറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്ക് സീറ്റിൽ സെൻട്രൽ ടണലില്ല.
ഓക്കെ, അത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 4 പേർക്ക് വരെ സുഖമായിട്ടിരിക്കാം. ഓക്കെ. താഴെ സെൻട്രൽ ടണൽ ഇല്ലാത്തതുകൊണ്ട് അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. രണ്ടാമത്തെ ഒരു കാര്യം, കുട്ടികൾക്ക് ഇഷ്ടമെന്ന് പറയുന്നത് വലിയ ഗ്ലാസ് ഏരിയ ആണ്. പിന്നെ അതേപോലെ തന്നെ അവർക്ക് കാണാം എല്ലാം. അത് എന്നോട് ഒരു കുട്ടി തന്നെ ഫീഡ്ബാക്ക് ആയിട്ട് പറഞ്ഞാണ്. ഞാൻ ചോദിച്ചു എന്താ ഇഷ്ടമായെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാണ് എല്ലാം കാണാം. വലിയ ഗ്ലാസ് ഏരിയ. കൂടാതെ ഡ്രൈവറിനും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വിസിബിലിറ്റി ആണ്. സീറ്റ് ഹൈറ്റ് ഒക്കെ പൊക്കിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ? പിന്നെ 5 സീറ്റർ ആണ്. 5 സീറ്റർ ആണ്. 7 സീറ്റേഴ്സ് ഇതിന്റെ ആക്ച്വലി 7 സീറ്റർ ആണ് ഇൻ പേപ്പർ. ലാസ്റ്റ് റോയിലുള്ള ആ സീറ്റ് ഫേസ് ടു ഫേസ് ആണ് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത്. കാരണം അത് കംഫർട്ടബിൾ അല്ല. അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ്റെനൻസ്, ഇതൊരു 4x4 അല്ല, 4x2 ആണ്. 4x2 ആണ്. 150 bhp 2.2 ലിറ്റർ വെരി കുറച്ച്. ഓക്കെ, ഇതോടുകൂടി സഫാരിയുടെ ജനറേഷൻ നിന്നു എന്ന് പറയാം, ഒരു ബീസ്റ്റ് കൂടെ ഇറങ്ങിയതിന് ശേഷം അല്ലേ? എക്സാക്ട്ലി. ഓക്കെ, ഇതിന്റെ മേലെ ഒരു വേർഷനും കൂടിയേ ഉള്ളൂ. അത് VX വെരിക്കോർ 400 ആണ് അടുത്ത വണ്ടി. അതിന് ഒരു 4x4 കൂടി ഉണ്ട് മോഡൽ. ഓക്കെ, 400 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക് ഉള്ള വണ്ടിയിലോട്ടുള്ള ഒരു വലിയ ജമ്പാണ് സഫാരി ചെയ്തത്. അതെ, പ്ലസ് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് 155 bhp ആണ്. 155. ഓക്കെ, ഇത് 150. അപ്പോൾ ഇതുവരെ 140സിലായിരുന്നു ഇതിന്റെ സഫാരിയുടെ കളിയൊക്കെ. പിന്നെ ടോർക്ക് പറയുകയാണെങ്കിൽ പിന്നെ ഇത് 320 ആണ്, അത് 400 ആണ്. 320 അതാണ് വെരിക്കോർ 400. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 400 വെരിക്കോർ 400 ഒന്ന് കാണിച്ചാലോ അല്ലേ? തീർച്ചയായും. താങ്ക് യു സോ മച്ച്, വളരെ നന്ദി. സോ സഫാരി സ്ട്രോമിന്റെ വാരിക്കർ 400, അതായത് OG സഫാരിയുടെ ലാസ്റ്റ് ജനറേഷൻ വെഹിക്കിളാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. ഹായ് ബ്രോ. ഹായ്, ബ്രോയുടെ പേര്? സബാഹാണ്. ഓക്കെ, സോ വാരിക്കർ 400. വെരിക്കർ 400 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ PHP 156 PHP ആണ്. ഓക്കെ, പിന്നെ 400 NM ടോർക്കുള്ള. പിന്നെ ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു റിഫൈൻഡ് എഞ്ചിന് അതിൽ വന്നുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പെട്രോൾ വണ്ടി എങ്ങനെ പോണേ അതേപോലെ നമുക്ക് അതിന്റെ മൈലേജും ആ ഒരു കൺസെപ്റ്റിൽ ഈ ഒരു വലിയൊരു വാഹനം കൊണ്ടു നടക്കാം എന്നുള്ളതാണ്. ശരിക്കും സഫാരീസിൽ ഒരു വേരിയന്റ് പെട്രോൾ വേരിയന്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് അതിന്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റികളുണ്ടല്ലോ, മെറ്റീരിയൽ, അതൊക്കെ ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഒരു ഇതിലാണ് ഈ വെരിക്കോർ 400ന്റെ മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് എടുത്തു പറയാൻ പറ്റിയ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആണ്. 400 ഉള്ള കാരണം തന്നെ അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് അത് ഫീൽ ചെയ്യുമല്ലോ. പിന്നെ ഇതിന് 6.+1 ഗിയർ ആണ് ഇതിനുള്ളത്. 6+1, ദാറ്റ് മീൻസ് 6 ഗിയറും പിന്നെ റിവേഴ്സ് ഗിയർ അടക്കം 6. മറ്റുള്ളതിലൊക്കെ 5 അവസാനിക്കുമ്പോൾ ഈ ഒരു ഇതിൽ മാത്രം ഇതിന്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. 400 മാത്രമേ ഉള്ളൂ 6 സ്പീഡ് ഗിയർ ബോക്സ്. അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത എന്നുള്ളത്. സഫാരിയിൽ ലാസ്റ്റ് വന്ന ഈ OG ജനറേഷന്റെ വണ്ടിയിൽ ഈ പറഞ്ഞ പോലെ ഈ 6.1 എന്നുള്ള കൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ കൂടുതൽ നമുക്കൊരു മൈലേജ് ഒക്കെ മറ്റതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു 16ലും മേലെ കിട്ടുന്നുണ്ട്. ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇതിൽ. അത് ശരി. 6 സ്പീഡ് ഉള്ളതുകൊണ്ട് ലോ RPM കീപ്പ് ചെയ്ത് ഓടിക്കാൻ പറ്റും. ലോങ് ഡ്രൈവ്സിനൊക്കെ ഹെൽപ്ഫുൾ ആകും. അപ്പൊ എത്ര വരെ മാക്സിമം മൈലേജ് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്? അതെ, ഇതിന് 16ലും മേലെ നമുക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ 400 വെരിക്കോറിന്റെ ഒരു പ്രത്യേകത ഉള്ളത്. പിന്നെ സ്മൂത്ത് ആണ്, പറഞ്ഞില്ലേ ഒരു പെട്രോൾ കാർ എങ്ങനെ ഓടിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു രീതിയിൽ ഈ സംഭവം നമുക്ക് മാനേജ് ചെയ്ത് പോകാം എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു വെരിക്കോർ 400ന്റെ അതിന് ശേഷം റിയൽ വീർ ജനറേഷൻ ഉള്ള സഫാരി ഇറങ്ങിയിട്ടില്ല. അതോടുകൂടി നമ്മുടെ ഇതിന്റെ ഈ ഒരു യുഗം, ഈ സഫാരികളുടെ ഒരു ശ്രേണി ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത TCAC തൊട്ടിട്ട് ഇവിടം വരെയുള്ളതിൽ ഏറ്റവും അവസാനത്തെ വെരിക്കോർ 400 അവിടെ നിന്നുപോയി. പിന്നീട് ഇപ്പോഴും സഫാരി ഉണ്ട് എങ്കിലും റിയർ വീൽ ഡ്രൈവ് ഒന്നും അല്ല. പുതിയ EV വരുന്നുണ്ട്, നമ്മൾ അത് ഇപ്പൊ ഈ ഗണത്തിൽ കൂട്ടുന്നില്ല. പിന്നീട് കണ്ടറിയാം. സഫാരികൾ പുതിയത് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ഈ ഒരു കൺസെപ്റ്റിലുള്ള സഫാരി അതോടുകൂടിയിട്ട് നിന്നുപോയി എന്നുള്ളതാണ്. സോ ഈ ഒരു വെരിക്കോർ 400 ഒക്കെ കിട്ടാനൊക്കെ നല്ല പാടാണല്ലേ? വെരിക്കോർ 400 ഓൾറെഡി പാടാണ്. അതുപോലെ തന്നെ റെയർ ആയിട്ടുള്ളത് 4x4 കൂടി ഉണ്ട്. അതിന്റെ ശേഷം അതിനുള്ളത് ഉണ്ട്. അതും ഇതേപോലെ വളരെ റെയർ ആയിട്ടാണ് ഇവിടെ തന്നെ കാണാൻ പറ്റുള്ളൂ. കേരളത്തിൽ തന്നെ വളരെ റെയർ ആയിട്ടാണ് ഇങ്ങനെ 4x4
നമുക്ക് കാണാൻ പറ്റുക ഈ വേരിക്കോർ 400-ന്റെ. ഓക്കെ സോ അങ്ങനെ ഇത്രയും ജനറേഷൻസ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു. അതിൽ ലാസ്റ്റ് കണ്ണി ഉൾപ്പെടെ കാണിച്ച് നമ്മൾ ഈ ഒരു ഇൻഡിവിജ്വൽ ഇൻ്റർവ്യൂസ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അതായത് സഫാരിയുടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ ക്ലബിനെ പറ്റിയും ഇതിന്റെ ഗുണങ്ങളെ പറ്റിയൊക്കെയാണ് ബാക്കി സംസാരിക്കാൻ പോകുന്നത്. താങ്ക് യു സോ മച്ച് ബ്രോ. വെൽക്കം. ഓക്കെ, സോ നമ്മളങ്ങനെ വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രയും പേരാണ് നമ്മൾ ഇത്ര നേരം സപ്പോർട്ട് ചെയ്തത്, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് വീഡിയോ തന്നത്. അതായത് സഫാരിയുടെ 98 മോഡൽ മുതലുള്ള ലാസ്റ്റ് ഇറങ്ങിയ വെരിക്കോർ 400 വരെയുള്ള റിവ്യൂ നമ്മൾ ചെയ്തു. ഇവിടെ ഒരു പെട്രോൾ വേരിയന്റ് ഒഴിച്ച് ബാക്കി എല്ലാ വേരിയൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവരോട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളോട് ചോദിച്ചിട്ട് നമുക്ക് വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. അതിന് മുന്നേ കിങ്ഡം ഓഫ് സഫാരിക്ക് വളരെ നന്ദി. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. നമ്മളെ കുറേ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. സോ ഇതുകൂടാതെ എന്തൊക്കെയാണ് ഒരു സഫാരി എടുക്കാൻ പോകുന്നവർക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. കിങ്ഡം ഓഫ് സഫാരി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ് ഈ ഒരു സംഭവത്തിൽ നമുക്ക് പറയേണ്ടിയുള്ളത്. 2021 ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് കിങ്ഡം ഓഫ് സഫാരി, ഒരു വാട്സപ്പ് കൂട്ടായ്മ. അത് അഫ്സൽ സഫാരിയോട് അധികം ഫാഷനുള്ള അഫ്സൽ നീലിയത്താണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കിങ്ഡം ഓഫ് സഫാരി ഈ 2025 എത്തി നിൽക്കുമ്പോൾ 600-ൽ പരം അതിലധികം മെമ്പേഴ്സുള്ള ഒരു ഗ്രൂപ്പായി മാറിയത്. അതോടൊപ്പം തന്നെ ഇതിനെ കേരളത്തിലെ വിവിധ ജില്ലകളിലെല്ലാം ഡിവിഷനുകളിലുള്ള ഒരു ഗ്രൂപ്പാക്കി ഇതിനെ സെറ്റ് ചെയ്ത്. അതുമാത്രമല്ല ഇപ്പോൾ തന്നെ കേരളത്തിൽ കിങ്ഡം ഓഫ് സഫാരി അസോസിയേഷൻ ആക്കിയിട്ട് ഇതിനെ രജിസ്റ്റർ ചെയ്ത്, എനിക്ക് തോന്നുന്നു കേരളത്തിലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷൻ ഈ സഫാരികളുടെ കിങ്ഡം ഓഫ് സഫാരി അസോസിയേഷൻ രജിസ്റ്റേർഡ് ഗ്രൂപ്പ് ആണ്. ഒരു വണ്ടിപ്രാന്തന്മാരുടെ ഒരു രജിസ്റ്റേർഡ് ഗ്രൂപ്പാണ് ഈ അസോസിയേഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാവരും ഈ വണ്ടിനോടുള്ള എക്സ്പേർട്ട് ആയിരിക്കില്ല. അവർ മെക്കാനിക്കൽ പരമായിട്ട് അവർക്ക് വലിയ നോളജൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഉള്ളത്. കാരണം ഒരു വണ്ടീനെ പറ്റിയിട്ട് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ റൈറ്റ് എവിടെ എന്താണ് ഇഷ്യൂ എന്നുള്ളതും അതിനെ എങ്ങനെ ഫിക്സ് ചെയ്യണമെന്നും ടെക്നിക്കലായിട്ട് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റിയ എക്സ്പേർട്ട് ആൾക്കാർ ഈ ഒരു 600 പേരിൽ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കിങ്ഡം ഓഫ് സഫാരി നമ്മൾ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ ഒരു പർട്ടിക്കുലർ വർക്ക്ഷോപ്പിലേക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. അത് ഏറ്റവും വലിയ കാര്യമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു വർക്ക്ഷോപ്പിൻ്റെ ഫീഡ്ബാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് 600 പേരുള്ള ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇഷ്യൂ എന്നുള്ളത് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്തതിന് ശേഷം എവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്കറിയണ എക്സ്പേർട്ട് ഉണ്ട്. അതായത് നമ്മളെ യൂസേഴ്സിന് 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ള വർക്ക്ഷോപ്പുകളുടെ ഒരു ഡാറ്റ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്ത് ഇപ്പോൾ ഉള്ള ആൾക്കാരോട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിങ്ഡം ഓഫ് സഫാരിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അതിൽ കൂടിയാണ്. ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളടുത്ത് ഈ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അറിയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് റൈറ്റ് പ്ലേസിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോകാൻ പറ്റും, അവിടുന്ന് ആ പ്രോബ്ലം നമുക്ക് 100% ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജാണ് ഈ ഒരു ഗ്രൂപ്പിനോടുള്ള ഗുണമുണ്ടുള്ളത്. പിന്നെ ഇത് ഓൾറെഡി കിങ്ഡം ഓഫ് സഫാരി അസോസിയേഷനായിട്ട് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ അതിനൊരു വെബ്സൈറ്റും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. www.kingdomofsafariassociation.com എന്നാണ് അതിൻ്റെ ഡൊമൈൻ നെയിം. അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വരും. അത് അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. അത് വരും ദിവസങ്ങളിൽ അത് ഫുള്ളായിട്ട് ഓൺ ആയി. അപ്പോൾ ഇതാണ് ഇങ്ങനെ കിങ്ഡം ഓഫ് സഫാരിനെ പറ്റി പറയാനുള്ളത്. സോ ഇത്രയും പേര് രാവിലെ 9 മണി തൊട്ട് ഏകദേശം 5 മണിയായി നമ്മൾ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാറായപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ മഴയത്ത് നമുക്ക് വലിയൊരു സപ്പോർട്ട് തന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ സഫാരി എടുക്കാൻ പോകുന്നവരോട് എടുത്തു പറയാനുള്ളത് നിങ്ങൾ വണ്ടി വാങ്ങാൻ നോക്കുമ്പോൾ ഡയറക്റ്റ് പോയി വാങ്ങാതെ കുറച്ച് സഫാരി യൂസേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസും എടുത്തിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടു അല്ലെങ്കിൽ എന്തൊക്കെ ചതികൾ പറ്റിയിട്ടുണ്ട് എല്ലാം ചോദിച്ചറിയാൻ പറ്റിയൊരു ഗ്രൂപ്പ് കൂടിയാണിത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡീറ്റെയിൽ എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി അതിൻ്റെ ഒപ്പം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്സുകളുടെ ഒരു അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓൺ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പെട്ടെന്ന് കിട്ടാനുള്ള അവൈലബിലിറ്റി അവരുടെ സൈഡിൽ ഉണ്ടാവില്ല. പക്ഷേ കിങ്ഡം ഓഫ് സഫാരിയിൽ നമുക്ക് ഇതിൻ്റെ റെയർ പാർട്സുകളുടെ ഒരു ഡാറ്റ ഉണ്ട്. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ എനിക്കൊരു പ്രത്യേക പാർട്സ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 3 or 4 ഡേയ്സിൻ്റെ ഉള്ളിൽ അത് നമുക്ക് കിട്ടാനുള്ള ഒരു സോഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ആൾക്കാരുടെ കയ്യിൽ ഇരിക്കുന്ന ഡാറ്റ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. റയർ പാർട്സ് നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ള എളുപ്പം, പിന്നെ അതുപോലെ തന്നെ റൈറ്റ് ചോയ്സ്. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാതും മിന്നുന്നതൊന്നും പൊന്നല്ല എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ സഫാരി വാങ്ങിക്കാനും സഫാരി ഉപയോഗിക്കുന്നവർക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അഡ്വൈസ് തരാൻ പറ്റിയ
നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പ്രോപ്പറായിട്ട് പറയാൻ പറ്റും. നമ്മളൊരു സ്പെസിഫൈഡ് വർക്ക്ഷോപ്പോ അങ്ങനെ ഒന്നും നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. നമ്മളെ പ്രോബ്ലം എന്താണോ അവിടെയാണ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ ഫിക്സ് ചെയ്യാനുള്ള പ്രോപ്പർ പ്ലേസ് നമുക്കറിയാം. അത് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കും. അതുപോലെ 100% അതിൻ്റെ റിസൾട്ട് കിട്ടിയ ആൾക്കാരെ നമ്മൾ സജസ്റ്റ് ചെയ്യാനും നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ ജനറേഷനിലുള്ള വണ്ടികളൊക്കെ ഇവിടെ ഇതും പുതിയ വണ്ടി പോലെ നിൽക്കുന്നത്. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള വണ്ടികളാണ് ഇതൊക്കെ. പിന്നെ ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ സഫാരി കഴിഞ്ഞു പോയ വർഷങ്ങളിൽ ചെയ്തിട്ടുള്ള സോഷ്യൽ ആക്ടിവിറ്റീസാണ്. നമ്മൾ ഒരു ആൻറ്റി ഡ്രഗ് 2 ആൻറ്റി ഡ്രഗ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡിസ്ട്രിക്ട് വൈസ്. ടാറ്റ സഫാരി വാഹന ഉടമകളുടെ കൂട്ടായ്മ കിങ്ഡം ഓഫ് സഫാരിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ തുടക്കമായി. എറണാകുളത്ത് ചെയ്തിട്ടുള്ളത് നമ്മളെ ബഹുമാനപ്പെട്ട ചാണ്ടി വുമൻ MLA ആണ് നമ്മളെ, അങ്ങനെ ഒരു പോലീസ് അസോസിയേഷൻ അവരൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അത്. അതുപോലെ തന്നെ ഗുരുവായൂർ നമ്മൾ ചെയ്തിട്ടുള്ളത് NM അക്ബർ MLA ചെയ്തിട്ടുള്ള അവർ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഡ്രഗ് അവയർനെസ് പ്രോഗ്രാം ചെയ്ത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയുള്ള ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരള പോലീസുമായി സഹകരിച്ചുകൊണ്ടാണ് കിങ്ഡം ഓഫ് സഫാരിയുടെ ഈ ഉദ്യമം. പൊതുജന നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിവിധ പരിപാടികൾ കിങ്ഡം ഓഫ് സഫാരി കൂട്ടായ്മ സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ വിദ്യാവീതി എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. ഇതുപോലെ പാവപ്പെട്ട കുട്ടികൾക്ക് ഇതിൻ്റെ സമയത്ത് പഠനോപകരണങ്ങൾ നൽകി. അപ്പോൾ വണ്ടികളെ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ സോഷ്യലിൽ നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഇട്ട് ഇത് രണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഒരു കിങ്ഡം ഓഫ് സഫാരി എന്ന് നമുക്ക് നമ്മൾ എന്താ പറയുക അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ഗ്രൂപ്പിലുള്ള വണ്ടികൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. ഈ ഗ്രൂപ്പിൻ്റെ ക്വാളിറ്റി അത് റിഫ്ലക്റ്റ് ചെയ്യണതാണ്. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. വളരെ നന്ദി. ഇത്രയും ടൈം നമുക്ക് സ്പെൻഡ് ചെയ്തു. നമുക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിവ്യൂ, പുതിയതായിട്ട് വണ്ടി നോക്കുന്നവർക്കായിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതിന് വളരെ നന്ദി. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.